അസ്സലാമു അലൈക്കും മർഹബൻ അഹ്ലം വസഹല. ഇന്ന് കാറ്റഗറി 3 കാറ്ററ്റിൻ്റെ കാറ്റഗറി 3 2023 മാർച്ചിൽ നടന്ന എക്സാമിൻ്റെ PYQ അനലൈസിങ് ആണ്. ഏകദേശം 60ഓളം ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഇഖ്റ അൻ നസ്ൽ ആത്തിയ വ അജീബ് അനിൽ അസ്ഇലത്തി. താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് 5 ചോദ്യം ഉണ്ട്. ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാം. അപ്പോൾ ഈ കാറ്ററ്റിൻ്റെ ഒരു പ്രത്യേകത, പാരഗ്രാഫ് ഉണ്ടാവും, ചില സമയത്ത് കവിത കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കവിതകളും പാരഗ്രാഫൊക്കെ ഏതെങ്കിലും ഫേമസ് ആയ വർക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ചോദ്യം നോക്കണം. ഒരു പക്ഷേ ഈ പാരഗ്രാഫും അല്ലെങ്കിൽ കവിതകളൊക്കെ ചിലപ്പോൾ ടഫായിരിക്കും. പക്ഷേ ചോദ്യം അതുമായി ബന്ധമില്ലാത്തതോ അല്ലെങ്കിൽ വളരെ സിമ്പിളായ ചോദ്യങ്ങളായിരിക്കും ചോദിക്കാറുള്ളത്. നമുക്കിത് വായിച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് പാരഗ്രാഫ് വായിക്കുക. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമുണ്ടാവുക. ഇത് യസിഫു അബ്ദുല്ലാഹിബിൻ മുഖഫ സ്വദീഖുഹു. അബ്ദുല്ലാഹിബിൻ മുഖഫ എന്ന അബ്ബാസി കാലഘട്ടത്തിലെ ഒരു റൈറ്ററാണ്. അദ്ദേഹം തൻ്റെ കൂട്ടുകാരനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കാണ്, ഒരു സെൻറ്റൻസ് ആണ്. കാനലി അഹുൻ അഅ്ലമുന്നാസി ഫി ഐനി. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ബാക്കിയുള്ള ആളുകളെക്കാൾ കൂടുതൽ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കണ്ണുകളിൽ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്. വക്കാന റഅസുമ അള്ളമഹു ഫി ഐനി സിഗറു ദുന്യ ഫി ഐനൈഹി. എനിക്ക് അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ടവനാവാൻ കാരണം അദ്ദേഹം ഈ ലോകത്തെ വളരെ ചെറുതായിട്ട് നിസ്സാരമായിട്ട് കാണുന്ന ആളാണ്. കാന ഖാരിജൻ മിൻ സുൽത്താനി ബത്നിഹി. അദ്ദേഹം ഈ കൂടുതൽ താല്പര്യങ്ങളൊന്നുമില്ലാത്ത, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ അങ്ങനത്തെ താല്പര്യമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. ഫലാ യഷ്തഹി മാ ലാ യജിദു. കിട്ടാത്തൊന്നും അദ്ദേഹം ആഗ്രഹിക്കില്ല. വലാ യക്സുറു ഇദാ വജദ. കിട്ടിയാൽ തന്നെ അമിതമായി ഭക്ഷിക്കുകയൊന്നുമില്ല. വക്കാന ഖാരിജൻ മിൻ സുൽത്താനി ഫർജിഹി ഫലാ തദ്ഉഹു ഇലൈഹി മസൂനത്തുൻ. അദ്ദേഹം അതുപോലെ സെക്സ്വൽ ഇൻട്രസ്റ്റും ഒക്കെ കുറവുള്ള ആളായിരുന്നു. വലിയ അട്രാക്ഷൻ എന്ന് സംഭവിച്ചാൽ അതിൽ വീഴാത്ത ഒരു വ്യക്തിയാണ്. വക്കാൻ ലാ യതഅസ്സറു ഇൻദ നിഅമത്തിൻ. ഒരു അനുഗ്രഹം കിട്ടിയാൽ അതിൽ വീഴുന്ന അല്ലെങ്കിൽ അതിൽ ഇൻഫ്ലുവൻസ് ആയി പോകുന്ന ആളല്ല. വലാ യസ്തഖീനു ഇൻദ മുസീബത്തിൻ. ഒരു പ്രയാസം വന്നല്ലോ എന്ന് ആലോചിച്ച് തളർന്നിരിക്കുന്ന ആളുമല്ല. കാന ഖാരിജൻ മിൻ സുൽത്താൻ ലിസാനിഹി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, സംസാരത്തിലൊക്കെ മാന്യത കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. ഫലാ യതകല്ലമു മിമ്മാ ലാ യഅലമു. ഫലാ യതകല്ലമു മിമ്മാ ലാ യഅലമു. അദ്ദേഹത്തിന് അറിയാത്ത കാര്യം അദ്ദേഹം സംസാരിക്കില്ല. ഫലാ യുമാരി ഫീമ അലിമ. അദ്ദേഹത്തിന് അറിയുന്ന കാര്യത്തിൽ തന്നെ തർക്കിക്കാൻ വരില്ല. വക്കാന ഖാരിജൻ മിൻ സുൽത്താനിൽ ജഹാലത്തി. അതുപോലെ അദ്ദേഹത്തിന് ജഹാലത്തും ഇല്ല. ഫലാ യതഖദ്ദമു അബദൻ ഇല്ല അലാ സിഖത്തിൻ ബിൻ മൻഫഅതിഹി. ഒരു കാര്യം അത് ഉറപ്പായിട്ടും ഉപകാരമുള്ളതാണ് എന്ന് ഉറപ്പായാൽ മാത്രമേ അദ്ദേഹം പറയുള്ളൂ, പ്രസൻറ്റ് ചെയ്യുള്ളൂ. വക്കാന അക്സറു ദഹ്രിഹി സ്വാമിത്തൻ. അധിക സമയത്തും അദ്ദേഹം നിശബ്ദത പാലിക്കുന്ന വ്യക്തിയാണ്. ഫൈദ കാല. എപ്പോഴും നിശബ്ദനായിരിക്കും, പക്ഷെ സംസാരിക്കാൻ തുടങ്ങിയാൽ ബസ്സൽ ഖായിലിന. മറ്റുള്ള ആളുകളെ, ബസ്സ എന്ന് പറഞ്ഞാൽ സർപ്പാസ്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉഷാറാവും. വക്കാന വഈഫൻ മുസ്തദഈഫൻ. അദ്ദേഹം സ്വയം അശക്തനായി താല്പര്യപ്പെടുന്നവനും അശക്തനുമായിരുന്നു. ഫൈദ ജദ്ദൽ ജദ്ദു. അദ്ദേഹം ഒരു പരിശ്രമിച്ചാൽ, ഇവിടെ ജദ്ദൽ ജദ്ദു എന്നാണ് പറഞ്ഞത്, ഇത് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. പരിശ്രമിച്ചാൽ, ശരിക്ക് അദ്ദേഹമാണ് പരിശ്രമിക്കേണ്ടത്. ഇവിടെ പരിശ്രമിച്ചാൽ എന്നാണ് പറഞ്ഞത്. അതൊരു പ്രയോഗമാണ്, പറയാം. ഫഹുൽ ലൈസു ആദിയൻ. അദ്ദേഹം ഒരു പുലിയായി മാറും, മറ്റുള്ളവർ ആക്രമിക്കുന്ന സിംഹമായി മാറും. വക്കാന ലാ യദ്ഖുലു ഫീ ദഅവ. തർക്കത്തിൽ ഏർപ്പെടൂല. വലാ യുശാരികു ഫീ മറായിൻ. തർക്കത്തിൽ പങ്കെടുക്കൂല. വലാ യുദ്ലി ബി ഹുജ്ജത്തിൻ ഹത്താ യറാ ഖാളിയൻ ഫഹ്മൻ. നല്ലൊരു ജഡ്ജി ഇല്ലാതെ അദ്ദേഹം തെളിവ് നിരത്തൂല. മഷ്ഹൂദൻ അദൂലൻ. നല്ലൊരു സാക്ഷി ഇല്ലാതെയും അദ്ദേഹം തെളിവ് കൊണ്ടുവരില്ല. അപ്പോൾ അദ്ദേഹം അബ്ദുല്ലാഹിബിൻ മുഖഫ തൻ്റെ സുഹൃത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു വചനമാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ചോദ്യം ഉള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലിമാദാ യുഅല്ലിമു അബ്ദുല്ലാഹിബിൻ മുഖഫ സ്വദീഖഹു. അബ്ദുല്ലാഹിബിൻ മുഖഫ തൻ്റെ സുഹൃത്ത് ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ തനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ, ഇന്നഹു യറ ദുന്യ സഗീറൻ ഫി ഐനിഹി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ലോകം, ദുന്യാവ് വളരെ നിസ്സാരമാണ്. രണ്ടാമത്തത്, ഇന്നഹു ലം യറ ദുന്യ സഗീറൻ ഫി ഐനിഹി. ലോകത്തെ വലിയ സംഭവമാക്കി കണ്ടു. ലം യറ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ചെറുതായി കണ്ടില്ല. പിന്നെ അടുത്തത് ഓപ്ഷൻ, തഹ്കീറുഹു ലിദ്ദുന്യ വസ്സുഹുദി ഫീഹി. അദ്ദേഹം ദുന്യാവിനെ നിസ്സാരമാക്കി കണ്ടു, അതിൽ ത്യാഗം ചെയ്തു, ത്യജിച്ചുകൊണ്ട് ജീവിച്ചു. ഇതിൽ സിമ്പിൾ ചോദ്യമാണ്, നമുക്കറിയാം. അതിൽ പറഞ്ഞത് ലോകം അദ്ദേഹം വളരെ സിമ്പിളായിട്ട് നോക്കിക്കാണുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഈ രണ്ടും ഒരേ അർത്ഥത്തിൽ പറഞ്ഞതാണ്, വേറെ പ്രയോഗമാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എയും സിയുമാണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഫലാ യുമാരി ഫീമ അലിമ. അദ്ദേഹത്തിന് അറിഞ്ഞ വിഷയത്തിൽ പോലും അദ്ദേഹം തർക്കിക്കില്ല എന്ന് പറഞ്ഞു.
അപ്പം അതിൻ്റെ ആശയം എന്താണെന്നാണ് ചോദിച്ചത്. ലാ യുജാദിലു ഫിൽ ഉമൂരി അല്ലത്തി അലമുഹ, അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം തർക്കിക്കില്ല എന്നല്ലല്ലോ, അറിയാത്ത കാര്യങ്ങൾ തർക്കില്ല എന്നല്ലേ. ഓക്കെ, അല്ല, ലാ യുജാദിലു ഫിൽ ഉമൂരി അല്ലത്തി അലമുഹ, അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ അദ്ദേഹം തർക്കിക്കൂല. അതിനാണ് പറഞ്ഞത് ഫീമ അലിമ ലാ യുമാരി ഫീമ അലിമ. പിന്നെ ലാ യുസാ അലു ഫീമ ലാ അലുമ, അറിയാത്ത കാര്യത്തിൽ അദ്ദേഹം ചോദിക്കൂല. യുനാഖിഷു ഫിൽ മസാലി അല്ലത്തി അരിഫുഹ, അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ അദ്ദേഹം തർക്കിക്കും എന്നാണ് പറഞ്ഞത്, തർക്കിക്കൂല എന്നാണ്. ജമിഉ തസ്രീഹാത്തി ഖാത്തിൻ, ഇവിടെ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെന്റ് ശരിയായത് ലാ യുജാദിലു ഫിൽ ഉമൂരി അല്ലത്തി അലം, അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളിൽ പോലും അദ്ദേഹം തർക്കം ചെയ്യുകയില്ല എന്നാണ്. ഇനി അടുത്ത ആ പാരഗ്രാഫിൽ നിന്ന് വന്ന മൂന്നാമത്തെ ചോദ്യം, മത്തായത്തി സ്വദീഖു ബിൽ ഹുജ്ജത്തിൽ ഇത് അവാഹോ, തെളിവ് നിരത്തൽ എപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത്. ഹീനയൻ അതിമുൽ ഖാലി അൽ ആദിൽ, നീതിമാനായ ഒരു ഖാലി, ഒരു ജഡ്ജി ഇല്ലാത്ത അവസരത്തിൽ. രണ്ടാമത്തത് ഹീന യജിദു ഖാലിയൻ ആലിമൻ വ ഷാഹിദൻ ആദിലൻ, നല്ല നിയമം അറിയുന്ന ഒരു ജഡ്ജും അതുപോലെ തന്നെ നല്ല സത്യസന്ധനായ ഒരു വിറ്റ്നസ്സും ഉണ്ടാകുമ്പോൾ മാത്രമേ അദ്ദേഹം തെളിവ് കൊണ്ടുവരുള്ളൂ. മൂന്നാമത്തെ ഹീന യഅലമു അൻ സൂരി ഷാഹിദി, ഒരു കള്ളസാക്ഷ്യം പറയുന്ന ആളെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം തെളിവ് കൊണ്ടുവരുള്ളൂ. നാലാമത്തെ ജമിഉ തസ്രീഹാത്തി സുഹീൻ, ഈ പറഞ്ഞ മൂന്നും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അത് ഇതിൽ അദ്ദേഹം ഒരു നല്ല ജഡ്ജും ഒരു ഷാഹിദും ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹം തെളിവ് കൊണ്ടുവരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, വലാ യുശാരിഖു ഫി മിറാഇൻ, തർക്കത്തിൽ ഏർപ്പെടൂല. ഇതിൽ മിറാഇന്റെ അർത്ഥം എന്താണെന്നാണ്. ഗളബ് ദേഷ്യം, ജിദാൽ തർക്കം, നസീഹത്ത് ഉപദേശം, തൗഇയത്ത് വാണിംഗ്. ഇതിൽ അൻ ജിദാൽ തർക്കമാണ് ഉത്തരം. നെക്സ്റ്റ്, ഫൈദ ജദ്ദൽ ജദ്ദു, പരിശ്രമത്തിൽ, ഇത് നോട്ട് ചെയ്യേണ്ട വാക്കാണ്. ഫൈദ ജദ്ദൽ ജദ്ദു, ഇത് ആ പാരഗ്രാഫിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ഫൈദ ജദ്ദൽ ജദ്ദു, പരിശ്രമിച്ചാൽ. ഈ വാക്ക് ബലാഗി ലെവലിൽ ഏത് ആശയമാണ് നൽകുന്നത് എന്നാണ്. അതിൽ ഇസ്തിഹാറത്ത് ഉണ്ട്, മജാസ് ലഫ്ലി ഉണ്ട്, മജാസ് അഖ്ലി ഉണ്ട്, ഇസ്തിഹാറത്ത് തസ്രീഹി ഉണ്ട്. ആദ്യം ഇസ്തിഹാറത്ത് എന്താണെന്ന് പരിശോധിക്കാം. ഇസ്തിഹാറത്തിലെ ഒരു മുഷാബഹത്ത് ഉണ്ടാകും. മുഷാബഹത്ത് ഉണ്ടാവുകയും ഏതെങ്കിലും ഒരു മുഷബ്ബഹിനെയോ മുഷബ്ബഹ് ബിഹിനെയോ കളയേണ്ടി വരും. നിങ്ങൾ ഈ ബലാഗയുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും, ഈ തഷ്ബീഹിന്റെ ചാപ്റ്ററിൽ. സെയ്ദുൻ കൽ അസദി ഫി ഷജാഅത്തി, സെയ്ദ് എന്ന വ്യക്തി സിംഹത്തെ പോലെയാണ് ഫി ഷജാഅത്തി, ധീരതയുടെ വിഷയത്തിൽ. അതിൽ സെയ്ദിനെ നമ്മൾ അസദുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ സെയ്ദിനെയാണ് കമ്പയർ ചെയ്യുന്നത്, അതിന് മുഷബ്ബഹ് എന്ന് പറയുന്നു. കമ്പയർ ചെയ്യപ്പെടുന്നത് അസദുമായിട്ടാണ്, അപ്പം അതിന് മുഷബ്ബഹ് ബിഹി എന്ന് പറയുന്നു. ഏത് വിഷയത്തിലാണ് കമ്പയർ ചെയ്യുന്നത്? ഫി ഷജാഅത്തി, ധീരതയുടെ വിഷയത്തിലാണ്. അപ്പം ഈ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വാക്ക് വന്നിട്ടുണ്ട്, ക എന്നുള്ളത്, അതിന് അദാത്ത് എന്ന് പറയും. അപ്പം ഈ തഷ്ബീഹിൽ അദാത്ത്, മുഷബ്ബഹ് ബി, വജൂഷബ്, ഈ 4 കാര്യങ്ങളുണ്ടാവാം. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട മുഷബ്ബഹ് ബിഹിയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ കളഞ്ഞാൽ അതിന് നമ്മൾ ഇസ്തിഹാറത്ത് എന്ന് പറയുന്നു. ഇപ്പോൾ ഉദാഹരണം, നല്ലൊരു തെളിമയുള്ള മുഖപ്രസന്നതയുള്ള ഒരാൾ കടന്നു വരികയാണ്. അപ്പം നമ്മൾ പറയുന്നു ജാ ഷംസു, സൂര്യൻ വന്നു. ശരിക്കും അവിടെ കണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ ആ സദസ്സിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇയാൾ ഉദ്ദേശിച്ചത് ഷംസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സൂര്യനെയല്ല, ആ വ്യക്തിയെയാണ് എന്നാണ്. അപ്പം നമ്മൾ ശരിക്കും ആ വ്യക്തിയെ ഒരു സൂര്യനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി അവിടെ ഇയാൾ സൂര്യനെ പോലെയാണ് എന്ന് പറയുന്നില്ല, സൂര്യൻ വന്നു എന്നേ പറയുന്നുള്ളൂ. അപ്പം ശരിക്കും അവിടെ ആ സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത് ഡാഷിനെ പോലെയാണ് എന്നാണ്. അപ്പോൾ ഒരു മുഷബ്ബഹിനെയോ മുഷബ്ബഹ് ബിഹിയെയോ കളഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഒരു വസ്തുവിനെ നിർത്തുന്നു. ആ വസ്തുവിനെ പറയലോട് കൂടെ തന്നെ മറ്റേത് എന്താണ് പറയാത്തത് നമുക്ക് അവിടെ മനസ്സിലാകുന്നുണ്ട്. അതിനാണ് ഇസ്തിഹാറത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടെ അങ്ങനത്തെ ഒരു സംഗതി ഒന്നുമില്ല, ഒരു മുഷാബഹത്തോ കമ്പാരിസണോ ഒന്നും നടക്കണില്ല. ഇസ്തിഹാറത്ത് തസ്രീഹിയ നേരത്തെ പറഞ്ഞ 2 രീതിയിലുണ്ട്. അത് മുഷബ്ബഹിനെ കളയാണെങ്കിൽ തസ്രീഹിയ എന്ന് പറയും, മുഷബ്ബഹ് ബിഹിനെ കളയാണെങ്കിൽ മക്നിയ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും എല്ലാം എന്ന് മനസ്സിലായി. ഇനി അടുത്ത ഓപ്ഷൻ ഉള്ളത് മജാസാണ്. മജാസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതൊന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന്. അപ്പോൾ അത് 2 അർത്ഥത്തിലുണ്ട്, ലഫ്ലിയും ഉണ്ട് അഖ്ലിയും ഉണ്ട്. ലഫ്ലി എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ നമുക്ക് കിട്ടും. ഉദാഹരണം, ഞാൻ ശരിബത്തു മാ അന്നഹരി, ഞാൻ നദിയിലെ വെള്ളം കുടിച്ചു. നദിയിലെ വെള്ളം കുടിച്ചു എന്ന് പറയുമ്പോൾ നദിയിലെ വെള്ളം മൊത്തം കുടിച്ചിട്ടുണ്ടോ? ഇല്ല, നദിയുടെ വെള്ളത്തിൻ്റെ ഒരു ഭാഗമാണ് കുടിച്ചത്. അപ്പോൾ ആ വാക്കിൽ നിന്ന് ആ പറയാത്ത മറ്റൊരു ആശയം നമുക്ക് കിട്ടണം. അതാണ് ആ ലഫ്ദിൽ നിന്ന് കിട്ടുമ്പോഴാണ് മജാസ് ലഫ്ലിയ എന്ന് പറയാം. ഈ മജാസ് അഖ്ലിയ എന്ന് പറഞ്ഞാൽ ചേർക്കേണ്ടത് മറ്റൊന്നിലേക്ക് ചേർക്കുക. ഇവിടെ ശരിക്കും പറയേണ്ടത് ഒന്നിലേക്കാണ്, പക്ഷെ അതിനെ പറയാതെ മറ്റൊന്നിലേക്ക് പറയാം. ഇപ്പോൾ ഖുർആനിലൊരു വാക്യമുണ്ട്, വസ്അലുൽ ഖറിയ, നിങ്ങൾ ഗ്രാമത്തോട് ചോദിക്കുക. ഒരിക്കലും ഗ്രാമത്തോട് ചോദിക്കാൻ പറ്റൂല, ഗ്രാമം റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളല്ലല്ലോ.
അപ്പം ശരിക്കും ഗ്രാമത്തിലുള്ള ആളുകളോട് ചോദിക്കാമെന്നാണ്, അഹ്ലുൽ ഖറിയ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അഹ്ലിനെ പറയാതെ ഖറിയത്തിലേക്ക് ഇസ്നാദ് ചെയ്യുക, അതിനാണ് അഖ്ലി എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കുക, ജദ്ദൽ ജദ്ദ് പരിശ്രമിച്ചാൽ, പരിശ്രമം ചെയ്യുന്ന ആളുമായിട്ട് ഒരാൾ പരിശ്രമിച്ചാൽ എന്നാണ്, അദ്ദേഹം നന്നായി പരിശ്രമിച്ചാൽ എന്നാണ്. അപ്പോൾ ഈ പ്രവൃത്തിയെ ചേർക്കേണ്ടതിലേക്ക് അല്ലാതെ മറ്റൊന്നിലേക്ക് ഇസ്നാദ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മജാസ് അഖ്ലിയാണ്. ആ ലഫ്ദിൽ തന്നെ കിട്ടുമ്പോഴാണ് മജാസ് ലഫ്ലി ആവുക. ക്ലിയർ അല്ലേ? ഇവിടെ മജാസ് അഖ്ലിയാണ്. അപ്പോൾ ഇതാണ് ആ പാരഗ്രാഫ് ബേസ്ഡുള്ള 5 ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ചോദ്യം, ഇഖ്റൽ അബിയാത്ത് അത്താലിയ വ അജിബ് അനിൽ അസ്ഇലത്തി. ഈ കവിത വായിക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം ആൻസർ ചെയ്യുക, അതിൻ്റെ ഉത്തരം പറയുക. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ കവിത വായിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല, അത്ര സിമ്പിൾ ചോദ്യങ്ങളാണ്. പക്ഷേ ഈ കവിത ഒന്ന് വായിക്കാം. അഹമ്മദ് ഷൗക്കിയുടെ പ്രശസ്തമായ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു തംസീലിയ രീതിയിലുള്ള ഷിഅറാണ്, കവിതയാണ്. ഇതിൻ്റെ കവിതയുടെ ആശയം ഇതാണ്: ഒരു കുറുക്കന് കോഴിയെ ഭക്ഷിക്കാൻ വേണ്ടി അന്വേഷിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും കോഴിനൊക്കെ പിടിക്കണോണ്ട് ഇയാൾക്ക് കിട്ടണില്ല. അങ്ങനെ ഇയാളൊരു ട്രിക്ക് പ്രയോഗിക്കുകയാണ്, ആളുകളോടൊക്കെ ഉപദേശിക്കാൻ തുടങ്ങി. നമ്മൾ ഭക്ഷണത്തിലൊക്കെ സുഹുദ്, ത്യാഗം ചെയ്യണം, പക്ഷികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെ ഭക്ഷിക്കാൻ പാടില്ല, ദൈവത്തിലേക്ക് മടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ തുടങ്ങി. പിന്നെ ഒരാളെ പറഞ്ഞയച്ചു, എനിക്ക് രാവിലെ സുബഹി നിസ്കാരത്തിൻ്റെ സമയം അറിയുന്നില്ല, അതുകൊണ്ടൊരു കോഴിനെ എന്നിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാണ്. അപ്പം അങ്ങനെ പക്ഷേ ആ കോഴിക്ക് കാര്യം മനസ്സിലാവുന്നു. അങ്ങനെ മുമ്പ് തൻ്റെ പ്രപിതാക്കൾ പറഞ്ഞൊരു വാക്ക് അയാളോട് പറയുന്നു, ആളുകൾക്ക് കുറുക്കൻ്റെ ട്രിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഈ ആശയം ഇത് ശരിക്കും കുറുക്കൻ്റെയും കോഴിയുടെയും കഥയല്ല, ഇതൊരു മനുഷ്യൻ്റെ ഈ കള്ള പ്രബോധനം നടത്തുന്ന ആളുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ ഓരോ താല്പര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നടത്തുന്ന ഒരു ഫിലോസഫിക്കലായ കവിതയാണ്. അപ്പോൾ ആ കവിതയ്ക്ക് അദ്ദേഹം ഒരു തംസീലിയായ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. ബറസ സഅലബു, ബറസ എന്ന് പറഞ്ഞാൽ ലഹറ, വെളിവായി, സഅറബു ഒരു ദിവസം ഫി സിയാബിൽ വാഇദീന, ഉപദേശകരുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട്. ഇപ്പോൾ മഷാഫില്ലാഹ് യഹ്ദി, അദ്ദേഹം എല്ലായിടത്തും ഉപദേശം നടത്തി പ്രബോധനം ചെയ്തുകൊണ്ട് നടക്കുന്നു. വയസുബുൽ മാക്രീന, തെറ്റായ വഴിയിൽ നടക്കുന്ന ആളുകളൊക്കെ ആക്ഷേപിച്ചുകൊണ്ടും. വയക്കൂൽ അൽഹംദുലില്ലാഹി ഇലാഹൽ ആലമീന എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. യാ ഇബാദല്ലാ, അടിമകളെ, തൂബു, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. ഫഹുവ കഹ്ഫു തായിബീന, തൗബ ചെയ്യുന്നവരുടെ അഭയകേന്ദ്രം കഹ്ഫ് അള്ളാഹുവാണ്. വസ്ഹദു, നിങ്ങൾ ഈ ലോകത്ത് സുഹുദ് നടിക്കണം. ഫിത്തൊയറി, പക്ഷികളുടെ വിഷയത്തിൽ പക്ഷികളൊക്കെ കൂടുതൽ ഭക്ഷിച്ച് നടക്കരുത്. ഇന്നൽ ആയിഷു സാഹിദിനായി, നമ്മുടെ ജീവിതം സാഹിദ്യങ്ങളെ ജീവിതമായി മാറണം. വത്തുലുബുദ്ദീക്ക, ഒരു ദീക്കിനെ നിങ്ങൾ അന്വേഷിച്ചു പോകൂ. യുഅദ്ദീനുൽ സ്വലാത്തി സുബ്ഹി ഫീന, നമ്മുടെ സുബഹി നിസ്കാരത്തിന് സമയം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ദീക്കിനെ പിടിച്ചു കൊണ്ടുവരും. ഫഅതദ്ദീക്ക, ദീക്കിൻ്റെ അടുത്തേക്ക് ചെന്നു. റസൂലുൻ, ഒരു ദൂതൻ. മിൻ ഇമാമിൻ നാസിക്കീന, ഈ നാസിക്കീന എന്ന് പറഞ്ഞാൽ ആരാധന ചെയ്യുന്ന, അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആൾ എന്നാണ്. അപ്പോൾ ഈ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകളുടെ നേതാവായി സാലബിൻ്റെ ഭാഗത്തിൽ നിന്നൊരു ദൂതൻ ദീക്കിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. അറദൽ അംറ അലൈഹിം, കാര്യം വ്യക്തമാക്കി. വഹു യർജു അൻ അലീന, ആ സാലബ് നിങ്ങൾ അയാളുടെ അടുത്തേക്ക് എത്തണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഫഅജാബ ദീക്കു, അപ്പോൾ കോയി മറുപടി പറഞ്ഞത്, ഉദറൻ, സോറി, യാ അള്ളൽ മുഹ്തദീന, നല്ല ആളുകളെ വഴിപ്രേപ്പിക്കുന്നവനെ സോറി. ബല്ലിഗ് സാലബ അന്നി, എന്നിൽ നിന്നൊരു വാർത്ത നീ സാലബിനെ അറിയിക്കുക, കുറുക്കനെ അറിയിക്കുക. അൻ ജുദൂദി സ്വാലിഹീന, ആ വാർത്ത എൻ്റെ മുൻകാലത്ത് പ്രപിതാക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയ വാക്കാണ്. എന്തിനെ കുറിച്ചുള്ള വാക്കാണ്? അൻ ദവി തീജാനി, താജിൻ്റെ ജമാണ് തീജാൻ. താജ് എന്ന് പറഞ്ഞാൽ കിരീടം എന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പ് ഉള്ള ആള്. മിമ്മൻ ദഖൽ ബൈത്തൽ ലഈന, ശപിക്കപ്പെട്ട ആളുകളുടെ വീട്ടിൽ പ്രവേശിച്ച, എന്ന് വെച്ചാൽ ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ലീഡറെ കുറിച്ച് എൻ്റെ പ്രപിതാക്കൾ പറഞ്ഞൊരു വാക്ക് അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്നഹും കാലോ, എൻ്റെ പ്രപിതാക്കൾ പറഞ്ഞത്. അതിൻ്റെ ഇടയിലൊരു മുഅ്തറദ ജുംലയാണ്. വഖൈറുൽ ഖൗലി ഖൗലുൽ ആരിഫീന, അനുഭവ സമ്പന്നരുടെ വാക്കാണല്ലോ ഏറ്റവും അപ്രിയം. അതുകൊണ്ട് എൻ്റെ പ്രപിതാക്കൾ പറഞ്ഞ വാക്ക് ഇതാണ്. മുഖ്തിഉൻ മൻ ലല്ല യൗമൻ, ഒരു ദിവസം തെറ്റിദ്ധരിച്ച ആൾ. മൻ ലന്ന, ഒരാൾ വിചാരിച്ചു ഒരു ദിവസം അയാൾ മുഖ്തി ആണ്, അയാളെ വിചാരണം തെറ്റാണ്. എന്താ വിചാരിച്ചത്? ഇന്നലെ സാലബ് ദീന്, സാലബിന് ദീനുണ്ട്, സാലബ് നന്നാവും, നല്ല ആളാണെന്ന് വിശ്വസിച്ച ആൾ പിഴച്ചു പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ സാലബിൻ്റെ ആശയം തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതെന്തോ ആവട്ടെ, ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫഅതദ്ദീക റസൂലുൻ, ദീക്കിൻ്റെ അടുത്തൊരു ദൂതൻ വന്നു. മിൻ ഇമാമിൻ നാസിക്കീന, നാസിക്കീങ്ങളുടെ ഇമാമിൽ നിന്ന്, ആരാധന കർമ്മങ്ങൾ ചെയ്യുന്ന ഇമാമിൻ്റെ ആളുകളിൽപ്പെട്ട ഒരു ദൂതൻ ചെന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഇമാമുൻ നാസിക്കീന എന്ന് പറഞ്ഞ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ്. തഷ്ബീഹാണോ? ഇവിടെ തഷ്ബീഹിൻ്റെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ തഷ്ബീഹ് അല്ല, ഇസ്തിയാറത്തും വന്നിട്ടില്ല. പിന്നെ മദ്ഹ്,
ഈ ഇമാമുന്നാസിക്കിന് ആരാധന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുടെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാലബിനെ പുകഴ്ത്താനാണ് കവി ഉദ്ദേശിച്ചത്? അല്ല, കവി ഇത് ഒരു കോമഡി രൂപത്തിൽ അല്ലെങ്കിൽ അതിനെ പരിഹാസ രൂപത്തിലാണ് അത് അവതരിപ്പിച്ചത്. ഓക്കെ, അതുകൊണ്ട് അസഹരിയ പരിഹാസപൂർണമായ ഇതിനാണ് അസഹരിയ എന്ന് പറയാം. ബറസ സഅലബു എന്ന അവിടെ ആദ്യ ലൈനിലെ ബറസന്റെ അർത്ഥം എന്താണ്? ലഹറ, നേരത്തെ പറഞ്ഞ സിമ്പിളായ ചോദ്യം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ യസുബു, ആക്ഷേപിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? യംദഹു, പുകഴ്ത്ത. യസ്ഖുറു എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, എസ്തഹ്സാർ നിസ്സാരമാക്കുക, യംസു എന്ന് പറഞ്ഞാലും പുച്ഛിക്കുക എന്നാണ്. അപ്പോൾ ഇത് മൂന്നും ഇതിൻ്റെ സെയിം മീനിങ് ആണ്. യംദഹു മാത്രമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത സാലബിൻ്റെ ജമ്മ് സആലിബ് എന്നാണ്. ഇനി അടുത്തത് കഹ്ഫു ത്വായിബീന, ഈ തൗബ ചെയ്യുന്ന ആളുകളുടെ അഭയകേന്ദ്രം എന്ന് ഈ കവി അഹമ്മദ് ഷൗക്കി വിവരിച്ചത് എന്തിനെ കുറിച്ചാണ്? കുറുക്കനെ കുറിച്ചാണോ, ദീഖിനെ കുറിച്ചാണോ, അള്ളാഹുവിനെ കുറിച്ചാണോ, അബ്ദുള്ളയെ കുറിച്ചാണോ? അവിടെ അതിൻ്റെ മുമ്പത്തെ വരിയിൽ അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവാണ് തൗബ ചെയ്യുന്നവരുടെ അഭയകേന്ദ്രം. അള്ളാഹുവിനാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ കവിതയിൽ നിന്നുള്ള 5 ചോദ്യം കഴിഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ടുള്ള 10 ചോദ്യങ്ങൾ കടന്നു പോയത്. ക്വസ്റ്റ്യൻ നോക്കുക, പാരഗ്രാഫ് നോക്കുക, സിമ്പിളായി ആൻസർ ചെയ്യുക. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ടൈറ്റിലായിരിക്കും, 3 വളരെ സിമ്പിളായിരിക്കും, അല്ലെങ്കിൽ 2 മീഡിയറ്റ് ലെവലായിരിക്കും. അതിനാണ് ഇതിൻ്റെ മെത്തേഡ് ഉണ്ടാവുക. ഇനി അടുത്ത ചോദ്യം, ജനറലായ ക്വസ്റ്റ്യൻസ് എന്നുള്ള ആദ്യ ചോദ്യം. അൽ ഇമാം മുഹമ്മദ് ഷംസുദ്ദീൻ അദ്ദഹബി അദ്ദേഹം പ്രശസ്തമായത് താരീഖിലാണോ, ഷിഅറിലാണോ, കവിതയിലാണോ, ഹദീസിലാണോ? ജമീൽ മജാലാത്തി, ഈ പറയപ്പെട്ട 3 ഏരിയകളിലും അദ്ദേഹം പ്രശസ്തമായിട്ടുണ്ടോ? ഇതിൻ്റെ ആൻസർ ജമീഉൽ മജാലാത്തി. അദ്ദേഹം താരീഖിലും ഷിഅറിലും ഹദീസിലും പ്രശസ്തനായ വ്യക്തിയാണ് ഷംസുദ്ദീൻ അദ്ദഹബി. അടുത്തത് നഹ്വിലൊരു ചോദ്യമാണ്. തസ്കുനു ഫി ഹാദൽ ബൈത്തി സയ്യിദത്തുൻ എന്നാണ്. ഈ വീട്ടിൽ താമസിക്കുന്നത് സയ്യിദത്തുൻ ഔറാഉൻ, ഒരു ലേഡി. ഔറ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണുള്ള ഒരു ലേഡിയാണ് താമസിക്കുന്നത്. അതേ സ്ഥാനത്ത് ഇവിടെ സയ്യിദത്തുൻ ഔറാ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ജംആക്കാണ്. തസ്കുനു ഫി ഹാദൽ ബൈത്ത്, ഈ വീട്ടിൽ താമസിക്കുന്നത് സയ്യിദാത്തുൻ, ഒരുപാട് ലേഡീസ് ഉണ്ട്. അപ്പോൾ ഈ ഔറാഉൻ എന്ന പദത്തെയും ഇവിടെ നമ്മൾ ഔറാ ഉള്ള ഒറ്റ കണ്ണുള്ള ഒരുപാട് ലേഡീസ് താമസിക്കുന്നതിന് അറബിയിൽ നമ്മൾ എങ്ങനെ പ്രയോഗിക്കുന്നതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ഇവർ, ഔറാഉൻ ജമ ഇവർ, ഒറ്റ കണ്ണുള്ള ഒരുപാട് പേര്. പിന്നെ ഔറാ വാ, ഔറാ വാത്ത്, ഇതിൽ ഏതാണ് ശരിയായ പ്രയോഗം എന്നാണ്. എയും സിയും ശരിയാണെങ്കിൽ ഓപ്ഷൻ ഡി ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇവർ ഇതിൻ്റെ ജമ്മു തക്സീറാണ്. ജമ്മു തക്സീർ എന്ന് പറഞ്ഞാൽ പ്രത്യേക അക്ഷരങ്ങളൊന്നും ഇല്ലാത്ത, അപ്പോൾ ഇത് ജമ്മു മുഅന്നസ് സാലിം എന്ന് പറയും. ആലിഫും താവും ചേർത്ത് ഉണ്ടാക്കുന്ന ജമ്മാണ് ജമ്മു മുഅന്നസ് സാലിം. അതേപോലെ മുദക്കർ സാലിം ഉണ്ട്, വാവും നൂനും അല്ലെങ്കിൽ യാവും നൂനും ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്നത്. ജമ്മു തക്സീർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകമായ അക്ഷരങ്ങളൊന്നും കൂട്ടാതെ ഉണ്ടാകുന്ന ജമ്മിനാണ് ജമ്മു തക്സീർ എന്ന് പറയുക. അപ്പോൾ ഈ ഔറാൻ്റെ ജമ്മു തക്സീറാണ് ഇവർ. ഈ ഔറാ വാ എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല, അപ്പോൾ അതെന്തായാലും തെറ്റാന്ന് ഉറപ്പാണ്. നമുക്ക് ഡൗട്ടുള്ളത് ഇനി ഇതിൽ സയ്യിദാത്തി എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെയും ജമ്മു തക്സീർ ഉപയോഗിക്കണതോ ജമ്മു മുഅന്നസ് സാലിം ഉപയോഗിക്കണതോ അതോ ജമ്മു തക്സീർ ഉപയോഗിച്ചാൽ മതിയോ എന്നാണ്. ഇതിൽ പൊതുവായ നഹ്വിൻ്റെ കായിക ഇതാണ്. സിഫത്തായി വരികയോ അല്ലെങ്കിൽ ഖബറായിട്ടോ എങ്ങനെ വന്നാലും ജമ്മു മുഅന്നസ് സാലിമിൻ്റെ കൂടെ ജമ്മു തക്സീറിൻ്റെ സീഗയും ഉപയോഗിക്കാം, ജമ്മു മുഅന്നസ് സാലിമിൻ്റെ സീഗയും ഉപയോഗിക്കാം എന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് രണ്ടും ശരിയാണ്. രണ്ടും ശരിയായാൽ എ ആൻഡ് സി എന്നുള്ള ആൻസറാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി അടുത്തതൊരു ഖുർആനിലെ ചോദ്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. ഇദാ ജാഅക്കും ഫാസിഖുൻ, വിശ്വാസികളെ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിക്കായ വിശ്വാസത്തിൽ പിഴവുകളുള്ള ഒരാൾ നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ, ബിനബൈൻ ഒരു വാർത്ത കൊണ്ടുവരികയാണെങ്കിൽ, ഫതുബയ്യിനു നിങ്ങൾ വ്യക്തമാക്കണം എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. ഈ ആയത്ത്, ഈ ഖുർആൻ വാക്യം ആരെ പറ്റിയാണ് വന്നത് എന്നാണ്. നസലത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഓരോ വാക്യവും ഓരോ കോണ്ടസ്റ്റ് ബേസ്ഡാണ് വരല്. ചില വ്യക്തികളെ കുറിച്ചായിരിക്കും, ചിലത് ചില ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും, ചിലത് ചില നിയമങ്ങൾ പറയാനായിരിക്കും. അപ്പം ഈ വാക്യം വന്നത് ഒരാളെ കുറിച്ചാണ്. ഇതിൽ ആരെ കുറിച്ചാണെന്നാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം ഇതിൽ ജാഅക്കും ഫാസിഖുൻ എന്നാണ് പറഞ്ഞത്. ഫാസിഖുൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ മുനാഫിഖൂൻ എന്നുള്ളതാവില്ല, കാരണം ഒറ്റ വ്യക്തിയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ജമിയുൽ ഇജാബാത്തി സഹീ എന്നുള്ളത് തെറ്റായി, കാരണം ഇത് തെറ്റായി പോയി. പിന്നെ ഓപ്ഷൻ ഉള്ളത് ഖാലിദ് ബിൻ വലീദും വലീദ് ബിൻ ഉഖബയാണ്. ഖാലിദ് ബിൻ വലീദ് എന്നുള്ള പ്രശസ്തനായ സഹാബിയാണ്. അപ്പോൾ സഹാബിയെക്കുറിച്ച് ഫാസിഖ് എന്ന് പറയൂല. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വലീദ് ബിൻ ഉഖബ എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ ഓപ്ഷൻ.
ഇനി അടുത്തത് ഇഖ്തർ മിനൽ ആത്തിയത്തി ഖസീദത്തൻ ലൈസത്ത് മിൻ തഅലീഫി ഗാലിബ് അൽ മിഹനിന്റെ ഖസീദയല്ലാത്ത ഖസീദ ഏതാണ് എന്നാണ്. ഖവാത്തിർ ഷായിർ, ഖവായിദുൽ ഇസ്ലാം, അൽ ഖുബ്സ് വൽ മിൽഹ്, മൗസമുൽ ഹിസാദ്. ഇതിൽ ഏതാണ് ഗാലിബ് മിഹന്റെ അല്ലാത്തത്? ഇതിൽ ഖവാത്തിർ ഷായിറാണ് ഗാലിബ് മിഹൻ്റെത് അല്ലാത്തത്. ബാക്കി മൂന്നെണ്ണം ഗാലിബ് മിഹൻ്റെതാണ്. ഇത് നിസാർ ഖുബാനിയുടേതാണ്. നിസാർ ഖുബാനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ അസ്റുൽ ഹദീസിലെ പ്രശസ്തനായ കവിയാണ്. ഓക്കെ, ഇനി അടുത്തത് ലദൈന ഗുറഫുൻ മുക്കയ്യഫത്തുൻ മുക്കയ്യിഫുൻ മുക്കയ്യിഫത്തുൻ മുക്കയ്യഫുൻ. ഇതൊരു നഹവും ലാംഗ്വേജും രണ്ടും മെർജായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മുക്കയ്യഫ് എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻഡ്. ലദൈന നമ്മുടെ അടുക്കൽ ഉണ്ട് ഗുറഫുൻ റൂമുകളുണ്ട്, മുക്കയ്യഫ് എയർ കണ്ടീഷനുകളായിട്ടുള്ള റൂമുകളുണ്ട്. അപ്പോൾ അതിൽ മുക്കയ്യഫത്തുൻ എന്നാണോ മുക്കയ്യഫുൻ എന്നാണോ മുക്കയ്യഫത്തുൻ എന്നാണോ മുക്കയ്യിഫുൻ എന്നാണോ? മൈന്യൂട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഫസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് നോക്കേണ്ടത് ഗുറഫുൻ എന്ന് പറഞ്ഞു. ഗുറഫ് എന്ന് പറഞ്ഞാൽ ജമ്മു തക്സീറാണ്. ജമ്മു തക്സീറിനെ അദ്ദേഹം എപ്പോഴും മുഅന്നസിൻ്റെ രീതിയിലാണ് ഉപയോഗിക്കാറ്. അതിൻ്റെ മുഅന്നസിൻ്റെ ഒരു സംഗതി പറഞ്ഞതിലേക്ക് ലമീറൊക്കെ മടക്കുമ്പോൾ ഹ എന്നൊക്കെ പറയണം. അപ്പോൾ ജമ്മു തക്സീർ എപ്പോഴും മുഅന്നസിൻ്റെ രീതിയിലാണ് പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഗുറഫ് എന്ന് പറയുമ്പോൾ മുഅന്നസ്, ഇവിടെ മുക്കയ്യിഫുൻ എന്നാണ്, ഇവിടെയും മുക്കയ്യിഫുൻ. ഇതെന്തായാലും വരില്ല എന്ന് ഉറപ്പായി. നമുക്ക് ഡൗട്ടുള്ളത് മുക്കയ്യഫത്തുൻ എന്നാണോ മുക്കയ്യിഫത്തുൻ എന്നാണോ? ഇവിടെ മുക്കയ്യിഫത്തുൻ എന്നാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു നിയമം ശ്രദ്ധിക്കുക. അറബി ഭാഷയിൽ മൂന്നക്ഷരമല്ലാത്ത സുലാസി എന്ന് പറയും. മൂന്നക്ഷരമല്ലാത്ത എല്ലാ വാക്കുകളുടെയും ഫായിലിൻ്റെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരം ഫത്തുഹും മഫ്ഊലിന് അവസാനത്തിന് മുമ്പുള്ള അക്ഷരം മഫ്ഊലിന് ഫത്തുഹും ഫായിലിന് കസറുമായിരിക്കും. ഉദാഹരണത്തിന് മുസ്തഖ്രിജുൻ, മുസ്തഖ്രിജ് ഫായിലാണ്, മുസ്തഖ്റജ് മഫ്ഊലാണ്. അവസാനത്തിന് മുമ്പുള്ള അക്ഷരം കസറാണെങ്കിൽ ഫായില്, അവസാനത്തിന് മുമ്പുള്ള അക്ഷരം ഫത്ത്ഹ് ആണെങ്കിൽ മഫ്ഊലായിരിക്കും. നമ്മൾ ആശയം നോക്കുക, ഫായിലാവുമ്പോൾ ആ പ്രവൃത്തി ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ മുക്കയ്യിഫ് എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻ, അപ്പോൾ ഉറഫ് റൂമുകളാണ് എയർ കണ്ടീഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫായിലാണ്. അല്ലെങ്കിൽ റൂമുകളെ എയർ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണെങ്കിൽ മഫ്ഊലാണ്. അപ്പോൾ ഇവിടെ ശരിക്കും റൂമുകൾ എയർ കണ്ടീഷൻ ചെയ്യുമല്ലോ, റൂമുകൾ എയർ കണ്ടീഷൻ ചെയ്യപ്പെട്ട റൂമുകളാണ്, അവിടെ മഫ്ഊലാണ് വരേണ്ടത്. അപ്പോൾ അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ഹ് ഉള്ളത് ഏതാണ് നോക്കുക, അങ്ങനെയാണ് ഉത്തരം കിട്ടും. ഇവിടെ മുക്കയ്യിഫത്തുൻ ഉണ്ട്, മുക്കയ്യിഫത്തുൻ ഫായിലാണ്, മുക്കയ്യിഫത്തുൻ മഫ്ഊലാണ്. ഇവിടെ ശരിക്കും മഫ്ഊലാണ് വരേണ്ടത്. അതുകൊണ്ട് മുക്കയ്യിഫത്തുൻ എന്നുള്ളതാണ് കറക്റ്റായ ഓപ്ഷൻ. ഇനി അടുത്തത് കാനത്തുൽ ഖുത്വത്തുൽ ഊല ഫി ഫന്നിൽ മസ്റഹിയ്യ മിനൽ അദീബ്. മസ്റഹിയ്യ എന്ന് പറഞ്ഞാൽ അറബി ഡ്രാമയിൽ വന്ന ആദ്യ രചന, അല്ല ഖുത്വത്തുൽ ഊല ആദ്യ ചവിട്ടുപടി എന്ന് വെച്ചാൽ ആദ്യമായിട്ട് മസ്റഹിയിൽ ഗ്രന്ഥം എഴുതിയ ആളാരാണെന്നാണ് ചോദ്യം. മാറൂൻ നക്കാഷ് ഉണ്ട്, തൗഫീഖുൽ ഹക്കീം ഉണ്ട്, അലി അഹമ്മദ് ബാക്കസീർ ഉണ്ട്, സാലിം നക്കാഷ് ഉണ്ട്. ഇതിൻ്റെ ഉത്തരം മാറൂൻ അൻ നക്കാഷാണ്. ഇതിൻ്റെ അൽ ബഖീൽ എന്നാണ് ആദ്യ ഈ അറബി ഡ്രാമയുടെ പേര്, അൽ ബഖീൽ. ഓക്കെ, അൽ ബഖീൽ. അതേപോലെ ഹുസൈൻ ഹൈക്കൽ ഉണ്ട്, സൈനബ്. ആദ്യ നോവല് സൈനബാണ്, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആദ്യ കഥ ഫിൽ ഖിത്താർ എന്നാണ്. ഫിൽ ഖിത്താർ ആദ്യ കഥയാണ്, സൈനബ് ആദ്യ അറബി നോവലാണ്, അൽ ബഖീലാണ് ആദ്യ ഡ്രാമ. അൽ ബഖീൽ എഴുതിയത് മാറൂൻ നക്കാഷാണ്. മാറൂൻ നക്കാഷിനെയാണ് അറബി ഡ്രാമയുടെ ഫാദർ എന്ന് വിളിക്കുന്നത്. സൈനബ് എഴുതിയത് ഹുസൈൻ ഹൈക്കലാണ്. പിന്നെ ഫിൽ ഖിത്താർ മുഹമ്മദ് തൈമൂറാണ് അത് എഴുതിയത്. ഓക്കെ, അടുത്ത ചോദ്യം ഒരു ഹദീസിൽ നിന്നുള്ള ചോദ്യമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ ഖാമത്തി സഅത്തു. സഅത്തോട് ഉദ്ദേശിക്കുന്നത് അവസാന നാൾ, ഖിയാമത്ത് നാളാണ്. വഫി യദി അഹദിക്കും, നിങ്ങളുടെ ആരെങ്കിലും കയ്യിലുണ്ട്, ഫസീലത്ത് എന്നുള്ള വിത്ത്. ഫഇൻ ഇസ്തത അല്ലാ തഖൂമ സഅത്തു ഹത്താ യഗ്രിസഹ, ആ വിത്ത് നടുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ ഫല്യഫൽ, ആ വിത്ത് നിങ്ങൾ നടണം. എന്ന് വെച്ചാൽ ഒരു സമയം പോലും നിങ്ങൾക്ക് അതിൻ്റെ ഉപകാരം കിട്ടില്ല എന്ന് ഉറപ്പാണ് ഭാവിയിൽ. ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവസാന സമയങ്ങളെടുക്കും, എന്നാൽ പോലും കുറച്ച് സമയം നിങ്ങൾക്ക് ആ വിത്ത് നടാനുള്ള സമയം കിട്ടിയാൽ നിങ്ങൾ വിത്ത് നടണം എന്നാണ് ഹദീസിൻ്റെ ആശയം. ഇതിൻ്റെ ചോദ്യം ഇതാണ്, ഈ ഹദീസിൻ്റെ മഫ്ഹൂം ആശയം എന്താണ്? ലാ തഖഉ സഅത്തു ഖബ്ല ഖർസിൽ ഫസീലത്തി, വിത്ത് നടുന്നതിന് മുമ്പ് ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്നല്ലല്ലോ. അപ്പം അതല്ല പറഞ്ഞത്. വലൗലം മജിദുൽ ഫുർസത്തു, അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഖർസിൽ ഫസീലത്തി ഖബ്ല സഅത്തി ഹത്താ യഗ്രിസഹ, അവസരം അത് നടാനുള്ള സമയം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഫല്യഫൽ, നിങ്ങളത് ചെയ്യണം.
എന്നുമല്ല പറഞ്ഞത്, അവസരം കിട്ടിയാൽ നടണം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇതും അതിൻ്റെ ആശയമല്ല. മൂന്നാമത്തത് യഹുസുൽ ഹദീസു, ഈ ഹദീസ് പ്രേരിപ്പിക്കുന്നത് അലാ ഗറസിൽ ഫസീലത്തി ഹത്ത ആഖിരിൽ അഹ്ലാത്തിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും അവസരം കിട്ടുമ്പോൾ ഈ വിത്തിനെ നടാനുള്ള പരിശ്രമങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഈ ഹദീസ് നമ്മളോട് പറയുന്നത് ആണല്ലോ. അപ്പോൾ ഇത് ശരിയാണ്. ഇനി ഇതാ വജത്ത ഉസ്അത്തൻ ലി ഗറസി ഫസീലത്തിൻ, വിത്ത് നടാനുള്ള സമയം കിട്ടിയാൽ കബൽ വഖുഇ സാഅത്തി, അവസാന സമയത്തിന് മുമ്പ് സമയം കിട്ടിയാൽ ഫല്യഫൽ ചെയ്യുക, അത് ഇതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ഈ ജീമും ദാലുമാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ജീമ് ദാല്, ആൻസർ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ചോദ്യം ഇതൊരു ബലാഗയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റബ്ബി ഗഫിർലി വലിവാലിദി, എനിക്ക് പുറത്തു തരണം എൻ്റെ മാതാപിതാക്കൾക്കും, വലിമൻ ദഖല ബൈത്തി മുഅ്മിനൻ, എൻ്റെ വീട്ടിൽ വിശ്വസിച്ച് പ്രവേശിച്ച ആളുകൾക്കും, വലിൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾക്കും, വൽ മുഅ്മിനാത്തി മുഅ്മിനീങ്ങളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഈ ആയത്ത് എന്തിൻ്റെ ഉദാഹരണമാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഇത്നാബ് ഉണ്ട്. ഇത്നാബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഈ സെൻറ്റൻസുമായി ബന്ധപ്പെട്ട 3 സാധനങ്ങളുണ്ട്: ഈജാസ്, മുസാവാത്ത്, ഇത്നാബ്. പറയേണ്ട ആശയം എത്രയാണോ പറയേണ്ടത് അത്ര പൂർണ്ണമായിട്ട് പറയുക, ലഫ്ളും മാനയും സെയിം ആകുന്നതിനാണ് മുസാവാത്ത് എന്ന് പറയുക. മുസാവാത്ത് ഈക്വൽ. പിന്നെ ഈജാസ് ഉണ്ട്, പറയേണ്ട ആശയം ഒരുപാടുണ്ട്, പക്ഷേ ആ ആശയങ്ങളൊന്നും പൂർണ്ണമായിട്ട് ആ ലഫ്ദിൽ പറയാതെ കുറച്ച് ലഫ്ദ് പറഞ്ഞുകൊണ്ട് കൂടുതൽ ആശയങ്ങൾ കൊടുക്കുന്നതിനാണ് ഈജാസ് എന്ന് പറയാം. ഇത്നാബ് എന്ന് പറഞ്ഞാൽ ആശയം കഴിഞ്ഞു പിന്നെയും വാക്കുകൾ കൊണ്ടുവരുന്നതിനാണ് ഇത്നാബ് പറയാം. അപ്പോൾ ഇവിടെ അതുണ്ടോ ഇല്ല പരിശോധിക്കാം. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ശരിക്കും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു. പിന്നെ വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ഒരു വാക്ക് എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊണ്ടുവന്നത് അതിന് വേറൊരു ആശയമുണ്ട്, വേറൊരു ഉപകാരമുണ്ട്, ഫായിദയുണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ ശരിക്കും പറയേണ്ട ആ വാക്കിനേക്കാൾ കൂടുതലായിട്ട് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത്നാബ് എന്ന് പറയാൻ പറ്റും. ഇവിടെ അങ്ങനെ ഉണ്ട്. ഇത് ശരിക്കും ഇത്നാബിൻ്റെ ഉദാഹരണമാണ്. ജിനാസ് എന്ന് പറഞ്ഞാൽ ഈ താമൻ, ബാത്തൻ, ജാതൻ എന്നൊക്കെ പറഞ്ഞ അവസാനം ഈ വാക്കുകളെ കൊണ്ടൊരു അമ്മാനമാടുന്ന രീതിയാണ് ജിനാസ്. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ അർത്ഥം ഒന്ന്, അയാൾ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്ന ആശയം മറ്റൊന്ന്, അങ്ങനെയാണ് തൗരിയത്ത് പറയാം. ഇക്തിബാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്ക് പറയുമ്പോൾ മറ്റുള്ള പ്രശസ്തമായിട്ടുള്ള കോട്ടോ അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഒരു ഹദീസ്, ഖുർആനിൻ്റെ ആയത്തൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടേതായ വാക്കുകൾ ഉണ്ടാക്കുന്നതിനാണ്, നിർമ്മിക്കുന്നതിനാണ് ഇക്തിബാസ് എന്ന് പറയാം. ഇതിൽ അതൊന്നുമില്ല, ഇത് ഓൾറെഡി ഖുർആനാണ്. അപ്പോൾ ഇക്തിബാസ് എന്തായാലും ആവില്ല. പിന്നെ ഇതിലുള്ളത് ഇത്നാബ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്നാബിൻ്റെ ഉദാഹരണമാണ്. ഇനി അടുത്തത് അതദിൽ നിന്ന്. നെഹ്വിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനാണ് അതദ്. എന്തായാലും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് മൈന്യൂട്ടായി പഠിക്കേണ്ട വിഷയമാണ്. ഡീറ്റെയിൽ ആയി ഇപ്പോൾ ചർച്ച ചെയ്യാൻ സമയമില്ല, ഇത് മാത്രം പറയാം. ഇഷ്തറക്കത്ത് ഫി റഹിലത്ത്, യാത്രയിൽ പങ്കെടുത്തു. സലാസത്തുൻ വൈശ്രൂന താലിബത്തൻ, സലാസുൻ വൈശ്രൂന താലിബത്തൻ, സലാസുൻ വൈശ്രീന താലിബത്തൻ, സലാസുൻ വൈശ്രൂന താലിബാത്ത്. അപ്പോൾ ഇതിൽ ഈ അതത് മൊത്തത്തിൽ 7 തരത്തിലുണ്ടെന്നാണ്. എന്തായാലും 1 2 വേറെ നിയമം, 3 മുതൽ 10 വരെയുള്ളതിന് വേറെ നിയമം, 11 12 വേറെ നിയമം, പിന്നെ മുറക്കബായ 13 മുതൽ 19 വരെയുള്ളതിന് വേറെ നിയമം, പിന്നെ ഈ അഖദ് 20 30 40 50 അതിന് വേറെ നിയമം, പിന്നെ അത്തുഫുള്ള ഇവിടെ അതാണ് സലാസത്തുൻ വാ ഇങ്ങനെയുള്ളതിന് വേറെ നിയമം, 99 വരെ ഒരു നിയമം, പിന്നെ 100 1000 അതിന് മറ്റൊരു നിയമം. അങ്ങനെ 7 തരത്തിലുള്ള നിയമങ്ങളാണ് ഇതിനുള്ളത്. അതിൽ ഇവിടെ പരിശോധിക്കേണ്ടത് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ അത്തുഫിൻ്റെ നിയമമാണ്, സലാസത്തും വാ. അപ്പോൾ ഈ അത്തുഫിൻ്റെ നിയമത്തിൽ 3 കാര്യങ്ങൾ നോക്കാണ്ട്. ആദ്യം നോക്കേണ്ടത് മഅദൂദിൻ്റെ സ്ഥലത്ത്. മഅദൂദ് എന്ന് പറഞ്ഞാൽ ഈ അവസാനം പറയുന്ന ഇതിനാണ് മഅദൂദ് എന്ന് പറയാം. നമ്പറാണ് അതത്. ഇപ്പോൾ 19 കുട്ടികൾ എന്ന് പറയുന്ന കുട്ടികൾ, അതാണ് മഅദൂദ്. 19 അതത്. അപ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് ഈ മഅദൂദാണ്. ഈ മഅദൂദിന് ഓരോന്നിനും നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഈ 19 മുതൽ ഇവിടെ പറഞ്ഞ അത്തുഫ്, അതത് അത്തുഫായി വരുമ്പോൾ മഅദൂദിൻ്റെ നിയമം എപ്പോഴും മുഫ്രദും മൻസൂബും ആയിരിക്കണം. മുഫ്രദും മൻസൂബും ആയിരിക്കണം. നസ്ബ് ഉണ്ടാവണം, പിന്നെ അത് മുഫ്രദും ആയിരിക്കണം, ജം ആകാൻ പാടില്ല. അപ്പോൾ ആ നിയമമായിട്ട് ഇവിടെ യോജിക്കണത് നോക്കാം. ഇവിടെ ത്വാലിബത്തുൻ, ഓക്കെ, അത് മുഫ്രദുമാണ്, മൻസൂബാണ്. ഇവിടെയും ത്വാലിബത്തുൻ, ഇവിടെ 3 ത്വാലിബത്തുൻ എന്ന് വന്നു. ഇവിടെ ത്വാലിബാത്തുൻ എന്നാണ്, അത് മുഫ്രദല്ല, ജം ആണ്. അപ്പോൾ ഇതെന്തായാലും വരില്ലെന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ ഒന്നാമത്തെ നിയമം അനുസരിച്ച് 1 പുറത്തു പോയി. രണ്ടാമത്തെ നിയമം, മഅദൂദ് മുദക്കറാണെങ്കിൽ അതതിൻ്റെ ആദ്യ ഭാഗം, ഇത് അതതാണ്, അതിൻ്റെ ആദ്യ ഭാഗത്ത് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ അതതിൻ്റെ ആദ്യ ഭാഗം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇവിടെ മുദക്കറാണെങ്കിൽ അവിടെ മുഅന്നസ് ആയിരിക്കണം, ഇവിടെ മുഅന്നസ് ആണെങ്കിൽ അവിടെ മുദക്കർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 3 അതത് മുഅന്നസ് ആണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അതതിൻ്റെ ആദ്യ ഭാഗം മുദക്കറായിരിക്കണം. ഇവിടെ സലാസത്തുന്ന പറഞ്ഞത്, ഇവിടെയും മോനസ് ഇവിടെയും മോനസ്, അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. ഇനി ഇവിടെ രണ്ടോടത്തും എന്തുണ്ട്? മുദക്കറാണ്. അപ്പോൾ ഈ രണ്ടിലും ഏതാണ് ശരി എന്ന് പരിശോധിക്കാം. മൂന്നാമത്തെ നിയമം അതതിൻ്റെ ഈ രണ്ടാമത്തെ പോർഷനിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇറാബിൻ്റെ പോർഷൻ എടുക്കുക. അർത്ഥം എന്താണ്? ഈ യാത്രയിൽ പങ്കെടുത്തത് ഇത്ര കുട്ടികളാണ് എന്നാണ്. അപ്പോൾ ഈ പങ്കെടുത്തു, ആരാണ് പങ്കെടുത്തത്? കുട്ടികളാണ്. അപ്പോൾ ഇത് ഫായിലാണ്. ഫായിലിൻ്റെ പൊസിഷൻ റഫിൻ്റെ പൊസിഷനാണ്. അപ്പോൾ റഫിൻ്റെ പൊസിഷനിൽ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ ഇഷിരീനാന്നുണ്ട്, ഇവിടെ ഇഷുറൂനാന്നുണ്ട്. റഫിൻ്റെ അവസരത്തിൽ മാത്രമാണ് വാവും നൂനും വരുള്ളൂ. നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിലാണ് യാ നൂനും വരിക. അപ്പോൾ ഇത് റഫിൻ്റെ പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഇഷുറൂന എന്നുള്ളതായിരിക്കണം ശരി. ഇതൊരിക്കലും റഫിൻ്റെ അവസരത്തിൽ വരില്ല. നസ്ബിൻ്റെ അവസരത്തിലും ജറിൻ്റെ അവസരത്തിൽ മാത്രമാണ് ഇഷിരീന, റായത്തു ഇഷിരീന, മറർത്തു ബി ഇഷിരീന എന്നേ പറയുള്ളൂ. ജാ ഇഷുറൂന. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം ഒരു തഫ്സീറുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ എന്ന തഫ്സീർ ആരുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ്? ഒന്ന് റാസിയുടെ, ഖുർത്തുബി ഇമാമിൻ്റെ, ഇബ്നു കസീറിൻ്റെ, തബ്രിയുടെ. റാസി ഇമാമിൻ്റെ ഗ്രന്ഥം മഫാത്തിഉൽ ഗൈബ് എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ്. അപ്പം അതല്ല. ഇബ്നു കസീറിൻ്റെത് മറ്റൊരു തഫ്സീർ ഇബ്നു കസീറാണ്. തബ്രിയുടേത് ജാമിഉ തബ്രി, ജാമിഉ തഫ്സീറുൽ ഖുർആൻ. ഖുർത്തുബിയുടേതാണ് ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്തത് കിതാബു ജൂഗ അൽ ഹാരിസ് അല്ലദീ നാല ജായിസ് മാൻ ബുക്കർ ആലമിയ, ഇന്റർനാഷണൽ മാൻ ബുക്കർ പ്രൈസ്, സാഹിത്യത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് മാൻ ബുക്കർ പ്രൈസ്. മാൻ ബുക്കർ പ്രൈസ് ജോ ഹാരിസിന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണെന്നാണ് ചോദ്യം. അത് സയ്യിദാത്തുൽ ഖമർ എന്ന വർക്കിനാണ് മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് അബ്ദുല്ലാഹിബിൻ മുഖഫ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കാത്തിബാണ്, അദീബാണ്. ഏത് കാലഘട്ടത്തിൽ അദീബാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ അസ്റുൽ ഇസ്ലാമി ഉണ്ട്, അസ്റുൽ അമവി ഉണ്ട്, അസ്റുൽ ഹദീസ് ഉണ്ട്, അസ്റുൽ അബ്ബാസി ഉണ്ട്. ഓക്കെ. അസ്റുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ 1800 ശേഷമുള്ള കാലത്തിലുള്ള കവികൾക്കാണ് അസ്റുൽ ഹദീസ് എന്ന് പറയാം. പിന്നെ അസ്റുൽ ഇസ്ലാമി ഇസ്ലാം കാലഘട്ടത്തിലുള്ളവരാണ്. അപ്പോൾ ഇത് രണ്ടെല്ലാം നമുക്ക് ഉറപ്പാണ്. നമുക്ക് ഡൗട്ട് ഉണ്ടാവാനുള്ള കാരണം ഈ അബ്ദുല്ലാഹിബിൻ മുഖഫയിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരല് ഈ മുഖഫയിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് മുഖഫ് പിതാവിൻ്റെ പേരല്ല. മുഖഫ് എന്ന് പറഞ്ഞാൽ കൈ മുറിക്കപ്പെട്ട ആള്. അദ്ദേഹത്തിൻ്റെ പിതാവ് മോഷണം നടത്തിയിട്ട് ഹജ്ജാജ് ബിൻ യൂസുഫ് കൈ മുറിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സംഭവം ഹജ്ജാജ് ബിൻ യൂസുഫ് ആണെങ്കിൽ അമവി രാജാവാണ്. അപ്പോൾ ഇയാൾ അമവി കാലഘട്ടത്തിലുള്ളതാവാൻ സാധ്യത ഉണ്ടെന്നൊരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇദ്ദേഹം ജനിച്ചത് അമവി പീരീഡിലാണെങ്കിൽ പോലും ഇവിടെ ചോദിച്ചത് കാത്തിബുൻ വ അദീബുൻ, അദ്ദേഹം കാത്തിബും അദീബുമായിട്ട് അറിയപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? അബ്ബാസി പീരീഡിലാണ്. ഓക്കെ. ഹിജ്റ 132 വരെയുള്ള പീരീഡാണ് അമവി പീരീഡ്. 40 മുതൽ 132 മുതൽ 656 വരെയുള്ള പീരീഡാണ് അബ്ബാസി പീരീഡ്. അസ്റുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ആധുനിക 1800-700 ശേഷമുള്ള കാലമാണ്. ഇത് ഇസ്ലാമിൻ്റെ മുഹാപ്പിന് മുമ്പുള്ള കാലഘട്ടം. അപ്പോൾ ഇതിൻ്റെ ആൻസർ അൽ അസ്റുൽ അബ്ബാസിയാണ്. ഓക്കെ. ഡൗട്ട് ഉണ്ടാവരുത്. അമവിയിൽ അദ്ദേഹം ജനിച്ചു, അതൊക്കെ. പക്ഷേ അദ്ദേഹം കാത്തിബായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ വന്നത് അബ്ബാസി പീരീഡിലാണ്. പിന്നെ അടുത്തത് അൽ ആലിമു സിറാജു ഉമ്മത്തിഹി ഫിൽ ഹിദായത്തി. ഇതും ബലാഗയിൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ കേട്ടറ്റിൽ ബലാഗയും നഹവും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അൽ ആലിമു സിറാജ് ഉമ്മത്തിഹി ഫിൽ ഹിദായത്ത്. ഹിദായത്ത്, ആളുകളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന വിഷയത്തിൽ ഒരു പണ്ഡിതൻ അവരുടെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ വിളക്കാണ്, ഒരു വഴികാട്ടിയാണ് എന്നാണ് പറഞ്ഞത്. ഇതിൽ ഏത് തഷ്ബീഹാണ് ഇവിടെ ഉള്ളത് എന്നാണ്. അപ്പോൾ ഇതിൽ ഏത് തഷ്ബീഹാണെന്ന് പരിചയപ്പെടുന്ന ആദ്യം എന്താണെന്ന് അറിയേണ്ടി വരും. മുഅക്കദ് എന്ന് പറഞ്ഞാൽ, മുഅക്കദ് നേരത്തെ പറഞ്ഞു തഷ്ബീഹിന് 4 ഘടകങ്ങളുള്ളത്. മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, അദാത്തു തഷ്ബീഹ്, വജൂ ഷബഹ്. ഈ 4 ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഇനങ്ങൾ ഉണ്ടാവുന്നത്. അദാത്തു തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ തഷ്ബീഹിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളോ സെൻറ്റൻസുകളോ അല്ലെങ്കിൽ ചില ഹർഫുകളോ ആയിരിക്കും. ഇപ്പോൾ പോലെ, ഇംഗ്ലീഷിൽ ആസ് ഉപയോഗിക്കുന്നത് പോലെ, ലൈക്ക്, ഇതിൽ ക, മിസ്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ അതിൽ വന്നാൽ അതിന് മുർസൽ എന്ന് പറയുന്നു. അങ്ങനെ ആ അദാത്തൊന്നും ഇല്ലെങ്കിൽ മുഅക്കദ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റാണ്. രണ്ടും ഒരിക്കലും ഒരു സെൻറ്റൻസിൽ മുഅക്കദും മുർസലും ഉണ്ടാവാന്നുള്ള സംഗതി ഉണ്ടാവില്ല. കാരണം അദാത്ത് പറഞ്ഞാൽ മുർസൽ, ഇല്ലെങ്കിൽ മുഅക്കദ്. ഇവിടെ നോക്കുക, ആലിമ് എന്നുള്ളത് ഒരു പണ്ഡിതൻ വിളക്കാണ്, വിളക്ക് പോലെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. കയോ അല്ലെങ്കിൽ മിസ്ല പോലെയുള്ള ഹർഫുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ശരിക്കും അദാത്ത് തഷ്ബീഹ് ഇല്ല. അതുകൊണ്ട്
അത് മുഅക്കദാണ്. ഓക്കെ, മുർസൽ ഒരിക്കലും ആവില്ല എന്ന് ബോധ്യപ്പെട്ടു. നമുക്ക് അടുത്തത് നോക്കാം. മുഫസ്സൽ എന്ന് പറഞ്ഞാൽ വജ്ഹുഷബ്, എന്ത് വിഷയത്തിലാണ് ഇയാളെ കമ്പയർ ചെയ്യുന്നത്? ആ വജ്ഹുഷബ് പറഞ്ഞാൽ മുഫസ്സൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ മുജ്മൽ എന്നാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് മുജ്മലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫിൽ ഹിദായത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകളെ ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നതിൽ പണ്ഡിതനും വിളക്കും ഒരുപോലെയാണ്. വിളക്ക് ആളുകൾക്ക് കൃത്യമായ റൂട്ട് പറഞ്ഞു കൊടുക്കുന്നു, പണ്ഡിതന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ വജ്ഹുഷബ് ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതുകൊണ്ട് മുഫസ്സൽ ആണ്, പറഞ്ഞിട്ടില്ലെങ്കിലാണ് മുജ്മൽ. അപ്പോൾ ഈ സെന്റൻസിൽ മുഅക്കദുമാണ് മുഫസ്സലുമാണ്. അതുകൊണ്ട് എയും ബിയും ആണ് കറക്റ്റായ ഓപ്ഷൻ. രണ്ടും പറയാത്തവരാർ അൽ ആലിമു സിറാജുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബലീഗ് എന്നാ പറയാം. അതാത്ത് തശ്ബീഹും ഇല്ല, വജ്ഹുഷബും ഇല്ല. ഓക്കെ, ഇതിൻ്റെ ആൻസർ എയും ബിയും ആണ്. അടുത്തൊരു ട്രാൻസ്ലേറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഈവൻ ദോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്നുള്ളതിന് അറബിയിൽ എങ്ങനെയാണ് പറയുക? അല റഗമി മിൻ റഗമ അൻ എന്നാണ്. പിന്നെ മാ അൻ, ജമിയുൽ ഇജാബാത്തി സഹിയുൻ, എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. ഇതിൽ പല ആളുകളും ഈ ജമിയുൽ ഇജാബാത്തി സഹി എന്ന് കാണുമ്പോൾ അതൊരിക്കലും ശരിയാവില്ലല്ലോ, അത് വെറുതെ ഓപ്ഷൻ കിട്ടാത്തതുകൊണ്ട് കൊടുക്കുന്നതാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പലയിടത്തും ചിലത് ആൻസറായി വരാറുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ആൻസർ ജമിയുൽ ഇജാബാത്തി സഹി എന്നാണ്. ഇത് മൂന്നും ഈവൻ ദോന്റെ പദമായിട്ട് അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ലാ ഫർഖ ബൈന അബിയല്ല വ അസ്വദ. ഓക്കെ, കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും ഇടയിൽ വ്യത്യാസമില്ല, ഇല്ലാ ബി തഖ്വ, ദൈവഭയമല്ലാതെ. അപ്പോൾ ഇതിൽ ചോദ്യം ഇതാണ്. ആ അബിയല്ല എന്ന സ്ഥലത്ത് അതിൻ്റെ ഇറാബാണ് ചോദിച്ചത്. മൻസൂബും ബിൽ ഫത്ഹത്തി, മജ്റൂറും ബിൽ ഫത്ഹത്തി, മർഫൂഉം ബിൽ ഫത്ഹത്തി, കുല്ലുൽ ഇജാബാത്തി ഹാത്തിൻ. എല്ലാ ഓപ്ഷൻസും തെറ്റാണ്. അപ്പോൾ നോക്കാം. ഇതിൽ ഇറാബ് പറയുമ്പോൾ അതിന് മുമ്പത്തെ നമ്മൾ അതിനെ കോണ്ടസ്റ്റ് നോക്കണം. അപ്പോൾ ഇവിടെ ബൈന വന്നു. ഈ ബൈന എന്നുള്ളത് ലർഫാണ് അല്ലേ? ലർഫ്, അർഫു ജറും ലർഫും വന്നാൽ അതിൻ്റെ ശേഷമുള്ളതിന് എപ്പോഴും ജറാണ് കൊടുക്കേണ്ടത്. അത് സിമ്പിളായ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നെസ്ബ് പറഞ്ഞപ്പോൾ അതുകൊണ്ടല്ല, മർഫും പറഞ്ഞു അതുമല്ല, അതുകൊണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതും അല്ല എന്ന് മനസ്സിലായി. പിന്നെ ഓപ്ഷൻ ഉള്ളത് മജ്റൂറാണ്. അപ്പോൾ ഇതാണ് ശരി. പിന്നെ ഡൗട്ട് ഉണ്ടാവില്ല, ബിൽ ഫത്ഹത്തി മജ്റൂർ ആകുമ്പോൾ ഇവിടെ അബി അലി എന്ന് പറയണ്ടേ, അബി അല്ല എന്ന് പറഞ്ഞു. അത് ഗൈർ മുൻസരിഫ് എന്ന ഒരു സംഗതി ഉണ്ട് അറബി ഭാഷയിൽ. ഈ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വന്നാൽ അതിന് ജറിൻ്റെ സ്ഥലമാണെങ്കിൽ പോലും ജറ് കൊടുക്കണം, പക്ഷെ അത് നസ്ബോണ്ടാണ്. ഇല ഇബ്രാഹിമ അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. ഗൈർ മുൻസരിഫ് എന്ന ഒരു നിയമമാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് കുലു വഷ്റബു ഹത്ത യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി. ഇത് രാത്രിയിലെ നോമ്പുകാരന് ഭക്ഷണം കഴിക്കേണ്ട സമയത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. കറുത്ത നൂലിൽ നിന്ന് വെള്ള നൂൽ വെളിവാകുന്നത് വരെ എന്ന് വെച്ചാൽ പ്രഭാതത്തിൻ്റെ അടയാളങ്ങൾ കാണുന്നത് വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഈ വചനത്തിൽ എന്ത് ആശയമാണ്, എന്ത് ഖറലാണ് ഇതിലൂടെ ഈ അംബ്രഫീൽ നമുക്ക് നൽകുന്നത്? അംബ്രഫീൽ എന്ന് പറഞ്ഞാൽ കുലു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ സീഗത്തുൽ അംബ്രി, കുലു എന്ന വാക്ക് നമുക്ക് നൽകുന്ന ഖറല്, എന്ത് പർപ്പസാണ് ഈ അംബ്രഫീൽ കൊണ്ട് ഇവിടെ ഉണ്ടായത് എന്നാണ്. ഒന്നാമത് ദുആ, റിക്വസ്റ്റ് രൂപത്തിലാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ എന്നല്ല, അത് ദുആ അല്ല ഒരിക്കലും. ഇർഷാദ്, നമ്മൾ ഗൈഡ് ചെയ്യുക, ഓക്കെ നിങ്ങൾ കഴിക്കണം കേട്ടോ, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല. ഇവിടെ ഇബാഹത്താണ്. ഇബാഹത്ത് എന്ന് പറഞ്ഞാൽ അനുവദനീയമാക്കണം, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, ഓക്കെ വേണമെങ്കിൽ. അല്ലാതെ രാത്രി മുതൽ നേരം വെളുക്കുന്നവരെ കഴിക്കാനുള്ള ഗൈഡൻസ് ഒരിക്കലും പറയലല്ലോ. അത് ഇബാഹത്തിന് വേണമെങ്കിൽ കഴിക്കാം, 1 മണിക്കൂർ കഴിക്കാം, 2 മണിക്കൂർ കഴിക്കാം, 10 മിനിറ്റ് കഴിക്കാം, എപ്പോഴും ഈ സമയം മുതൽ ആ സമയം വരെ എപ്പോൾ വേണമെങ്കിൽ കഴിക്കാം എന്നാണ്. പിന്നെ തഹ്ദീദ് എന്ന് പറഞ്ഞാൽ ഭീഷണിയാണ്, ഭീഷണി ഒരിക്കലും ആവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഇബാഹത്ത് എന്നാണ്. ഇനി അടുത്തത് ഇഖ്തറ ഷാദമില്ലാത്തിയത്. ഇതിൽ ഷാദ് ഏതാണെന്നാണ്. അജ്മൽ, ഔസ, അഹ്മർ, അക്ബർ. ഇതിൽ ഇസ്മു തഫ്ദീൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് ഒരു ഫെയിൽ കിട്ടിയാൽ അതിൻ്റെ അഫ്അൽ വസനിൽ ഇട്ട് കൊടുത്താൽ ഇസ്മു തഫ്ദീൽ ആവും. ഇപ്പോൾ അജ്മൽ, ജമ്മുൽ, ജമുല അതിലാണ് അജ്മൽ വരുന്നത്. ഇതിൽ പിന്നെ ഔസ ആയി, കബൂറ, അക്ബറായി. അഹ്മർ എന്നുള്ളത് പണ്ടേ ഓൾറെഡി ഒരു ഇസ്മാണ്, അത് മറ്റൊന്നിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ഇതിൽ അഹ്മറാണ് ഇതിൽ ശരിയായ ഓപ്ഷൻസ്. ഇനി അടുത്തത് ഇതൊരു ബദലിൻ്റെ ചോദ്യമാണ്. ഇസ്തഖ്ബലൽ മാലിക്കു, രാജാവ് സ്വീകരിച്ചു, വെൽക്കം ചെയ്തു. സഫറ അൽ അറബ്, അറബി അംബാസിഡർമാരെ സ്വീകരിച്ചു. അപ്പോൾ ഈ രാജാവിൻ്റെ പേരാ കൊടുത്തത്. അബ്ദുള്ള, അബ്ദല്ല, അബ്ദില്ല, അലിഫും ബാവും 1, 2 ശരിയാണ്. അപ്പോൾ ഇത് ശരിക്ക് ഒരാളെ പറഞ്ഞു,
അയാൾ തന്നെയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മറ്റൊന്ന് കൊടുക്കുമ്പോൾ അതിന് ബദൽ എന്ന് പറയാം. ബദൽ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ വാക്കിൻ്റെ പകരമായിട്ട് വന്ന അത് തന്നെ, അതാണ് ബദൽ. ഈ ബദലിൻ്റെ ഇറാബ് മുബദലു മിൻഹുവിന് എന്താണോ ഇറാബ് അതുപോലെയാണ് ബദലിന് കൊടുക്കുക. മുബദലു മിൻഹു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതാണ് മുബദലു മിൻഹു, നമ്മൾ ഇപ്പോൾ പറയുന്നതിനാണ് ബദൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇസ്തഖ്ബലൽ മലിക്കു, രാജാവ് സ്വീകരിച്ച ആള് രാജാവാണ്, അപ്പോൾ ഫായിലാണ്. അപ്പോൾ ആ ഫായിലിന് റഫ് കിട്ടിയത് കൊണ്ട് ബദലിനും എന്ത് കൊടുക്കണം? റഫ് കൊടുക്കണം. അപ്പോൾ ഇവിടെ അബദ എന്നാണ്, അത് തെറ്റാണ്. അബദി തെറ്റാണ്, ഇത് രണ്ടും തെറ്റാണ്, ഇതും തെറ്റാണ്. ശരിയാവും ആൻസർ അബദുല്ല എന്ന വാക്കിന് റഫ് കിട്ടണം. നസ്ബും ജറും ശരിയല്ലല്ലോ, കാരണം ഇവിടെ മലിക്കു എന്നല്ല, അപ്പോൾ ഇവിടെ അബ്ദു എന്ന് തന്നെ പറയണം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അവ്വലു കിതാബിൻ എന്നാണ്. അവ്വലു കിതാബിൻ ഫി ഇൽമിൽ ഫിഖ്ഹി, ഫിഖ്ഹിൽ രചിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം ഏതാണെന്ന്? ഫത്തുൽ മൊയ്ൻ അല്ല, ഫത്തുൽ മൊയ്ൻ റീസെൻ്റ്ലി കുറേ കാലം കഴിഞ്ഞിട്ട് വന്നതാണ്. ബിദായത്തുൽ മുജ്തഹിദുമല്ല, റിസാല അൽ മുഅ്നി, റിസാലയാണ് ശരിയായ ഉത്തരം. ഇമാം അഷാഫിയുടെ ഗ്രന്ഥമാണ്. ഇനി അടുത്ത ചോദ്യം, ഇതും നഹ്വുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഉലായിക്കല്ലദിന ഇഷ്തറൗ ദലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറത്തുഹും. ഇതിൽ ഈ ഹുദ തഹത ഖത്തുൻ, താഴെ അടിവരയിട്ട വാക്ക് ഹുദ എന്ന വാക്ക്, ഈ വാക്ക് നഹ്വിൽ ഏത് പദമാണെന്നാണ് ചോദ്യം. മൻഖൂസായ ഇസ്മാണോ, മഖ്സൂറായ ഇസ്മാണോ, മംദൂദായ ഇസ്മാണോ, അൽ ഇസ്മു സാലിമാണോ? ഓക്കെ, ഇതിൽ മൻഖൂസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ മുഅത്തലുമായി ബന്ധപ്പെട്ട രണ്ട് രീതിയിലുള്ളത്. ഒന്ന് അലിഫ് വാവ് യാ, അറബിയിൽ എപ്പോഴും കൺഫ്യൂസിങ് ആയ ഒരു അക്ഷരങ്ങളാണ്. അപ്പോൾ അത് വരുമ്പോൾ നിയമം മാറും, നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുന്ന രീതി മാറും, അതിൻ്റെ അവസാനത്തിന് മുമ്പുള്ളതും പല അക്ഷരങ്ങളും മാറ്റേണ്ടി വരും. കൺഫ്യൂസിങ് ആയ ഒരു ഏരിയയാണ് ഈ അലിഫ് വാവ് യാ എന്ന് ഇല്ലത്തിൻ്റെ അറഫ് വരുമ്പോൾ. അപ്പോൾ ആ ഇല്ലത്തിൻ്റെ അറഫുമായി ബന്ധപ്പെട്ട നിയമമാണ് ഈ മൻഖൂസ് മഖ്സൂറൊക്കെ. മൻഖൂസ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ യാ, അതിന് മുമ്പ് കസുറ, അപ്പോൾ ഖാലി എന്നതുപോലെയുള്ളതിനാണ് മൻഖൂസ് എന്ന് പറയാം. മഖ്സൂർ എന്ന് പറഞ്ഞാൽ അലിഫും അതിന് മുമ്പ് ഫതഹും, അസ എന്നൊക്കെ പറയില്ല, അസ. ഹുദക്ക് അതാണ് ഹുദ, അവസാനം അലിഫ് അതിന് മുമ്പ് ഫതഹ്, അതിനാണ് മഖ്സൂർ എന്ന് പറയാം. മംദൂദ് എന്ന് പറയുമ്പോൾ അലിഫും ശേഷം അംസയും, ഇപ്പോൾ സഹറാ, ഹലറാ അതൊക്കെയാണ്. ഇസ്മു സാലിം എന്ന് പറഞ്ഞാൽ അതിൽ ഹംസയും ഇല്ലത്തിൻ്റെ അറഫും ഷദ്ദും ഒന്നൊന്നുമില്ല, അങ്ങനെ ഒന്നും വരാത്ത നസുറ അങ്ങനത്തെ പദങ്ങൾ, അതുപോലെയുള്ള ഇപ്പോൾ കിതാബുൻ, കിതാബല്ല കലമുൻ, അങ്ങനത്തെ പദങ്ങൾക്കാണ് ഇസ്മു സാലിം എന്ന് പറയാം, കാരണം അതിൽ ഇല്ലത്ത് അതൊന്നും ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദ്യം എന്താണ്? ഹുദ, ഹുദ അവസാനം അലിഫും മുമ്പ് ഫതഹും. അതിൻ്റെ ആൻസർ മഖ്സൂറാണ്, ഇസ്മുൽ മഖ്സൂർ. ഇസ്മുൽ മൻഖൂസ് അല്ല, ഇസ്മുൽ മഖ്സൂറാണ് ശരിയായ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് നുഖ്ബത്തുൽ ഫിക്ർ എന്ന പ്രശസ്തമായ ഒരു വർക്കുണ്ട്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട വർക്കാണ്? ഖുർആനുമായി ബന്ധപ്പെട്ടതാണോ, ഉസൂൽ ഫിഖ് ആണോ, ഉലൂമുൽ ഹദീസ് ആണോ, ഇൽമുൽ കലാമാണോ? നുഖ്ബത്തുൽ ഫിക്ർ അത് ഹദീസിൻ്റെ, ഉസൂലുൽ ഹദീസ്, ഉലൂമുൽ ഹദീസ് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ഓക്കെ, ഹദീസിൻ്റെ രചനകൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുന്ന ഗ്രന്ഥമാണ്. ഇനി അടുത്ത ഒരു ചോദ്യം, ഒരു ബലാഗിയായ ചോദ്യമാണ്. ദവിൽ ജൂദി ഇലൈക്ക മസീറുഹു, ഞാൻ കാണുന്നു ദവിൽ ജൂദി, സമ്പത്തുള്ള ആളുകളൊക്കെ, ഇലൈക്ക മസീറുഹു, അവരെല്ലാവരും വരുന്നത് നിന്റെ അടുക്കലേക്കാണ്. അത് ഏതുപോലെയാണ്? കഅന്നക ബഹറുൻ, നീ ഒരു സമുദ്രവും, വൽ മുലൂക്ക്, ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ ജദാവിലോ, ചെറിയ അരുവികളോ. ബാക്കിയുള്ള രാജാക്കന്മാരെ സമ്പത്തുണ്ട്, പക്ഷെ ആ സമ്പത്തുള്ള രാജാക്കന്മാരൊക്കെ വരുന്നത് നിന്നിലേക്കാണ്. അപ്പോൾ നീ എല്ലാ അരുവികളും ചെന്നെത്തുന്നത് സമുദ്രത്തിലേക്കാണല്ലോ. അപ്പം ഈ ഒരു തഷ്ബീഹിൽ എന്താണ് ഇവിടെ കവി പറയാൻ ഉദ്ദേശിച്ച പർപ്പസ്, ഗറൾ എന്താണ് എന്നാണ്. ബയാൻ ഇംകാൻ മുഷബ്ബഹി, ഈ ഒരു തഷ്ബീഹ്, ഈ സംഗതി പോസിബിൾ ആണ് എന്ന് സൂചിപ്പിക്കാനാണോ? ബയാനു ഹാൽ മുഷബ്ബഹി, ഇയാൾ കമ്പയർ ചെയ്യുന്ന അവസ്ഥയുടെ ആ അവസ്ഥ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണോ? അടുത്ത് ബയാനു മിഖ്ദാരി ഹാൽ മുഷബ്ബഹി, ആ അവസ്ഥയുടെ അളവ് വ്യക്തമാക്കാൻ വേണ്ടി കൊടുത്തതാണോ? വറദലി അഖറാദ് നോക്കുക, ഇതല്ലാത്ത വേറെ എന്തെങ്കിലും പർപ്പസിന് വന്നതാണോ? അത് ശരിക്കും എന്താണ്? ഒരാൾ, സമ്പത്തുള്ള ആളുകളൊക്കെ ഒരാളിലേക്ക് അടുത്ത് എത്തുന്നു, അത് ഏതുപോലെയാണ്? ചെറിയ അരുവികളൊക്കെ സമുദ്രത്തിലേക്ക് അടുക്കുന്നത് പോലെയാണെന്നാണ്. അപ്പോൾ ഇയാൾ വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്ന, മദ്ഹ് പറയാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ആ അവസ്ഥ എങ്ങനെ, ഏതുപോലെയാണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ ബി ആണ് ശരിയായ ഉത്തരം, ബയാനു ഹാലിൽ മുഷബ്ബഹി. അടുത്ത ചോദ്യം, ലല്ലൽ ഉസ്ഫൂർ ജാലിസൻ, കുരുവി ഇരുന്നു. ലല്ല എന്ന് പറഞ്ഞാൽ നഹ്വിലെ കാന വ അഖ്വാത്തുഹ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്.
കാന വ അഖ്വാത്തുഹ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശേഷം വന്ന ഇസ്മിന് റഫ് കൊടുക്കുകയും അതിൻ്റെ ശേഷം വന്ന ഖബറിന് നസ്ബ് ചെയ്യുകയും ചെയ്യുന്ന ഫീലുകൾക്കാണ് കാന വ അഖ്വാത്തു എന്ന് പറയുന്നത്. അതിൽ ലല്ലയുണ്ട്, അസ്ബഹയുണ്ട്, അംസയുണ്ട്, അങ്ങനത്തെ കുറച്ച് ഫീലുകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ലല്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ലല്ലൽ ഉസ്ഫൂർ ജാലിസൻ, കുരുവി ഇരുന്നു അല അഹദിൽ അഖ്സാനി, കൊമ്പുകളിൽ, സ്വാമിത്തൻ ഹസീന, നിശബ്ദനായി ദുഃഖിതനായി ഇരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ ജാലിസ് എന്ന പദത്തിൻ്റെ നിയമവശം എന്താണെന്നാണ് ചോദ്യം. ഹാലാണോ, ഖബറാണോ, തമ്മീസാണോ, മഫൂൽ ബി? അത് സിമ്പിൾ ചോദ്യമാണ്. ലല്ലൽ ഉസ്ഫൂറു, ലല്ലയുടെ ശേഷം വന്ന പദം എപ്പോഴും ഇസ്മായിരിക്കും, അതിന് ശേഷം വന്ന പദം ഖബറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്ക് ഇത് ഖബറിൻ്റെ ഉദാഹരണമാണ്. സല്ലത്തിൽ ബിൻതു, ഒരു പെൺകുട്ടി സമാധാനിപ്പിച്ചു. അസ്വാലിഹത്തു, നല്ല കുട്ടി സമാധാനിപ്പിച്ചു. ജദ്ദഹ, അവളുടെ വല്യുപ്പയ്യ അൽ ഹബീബ്, പ്രിയപ്പെട്ട. അപ്പം ഇതിൽ സല്ലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ്. ഇത്തമ അന്നത്ത് എന്ന് പറഞ്ഞാൽ സമാധാനിച്ചു എന്നാണ്. അനത്ത് സമാധാനിപ്പിച്ചു, ഹദിയത്ത് വഞ്ചിച്ചു, വഞ്ചിതനായി. അപ്പോൾ ഇതിൽ സമാധാനിപ്പിച്ചു എന്നല്ലേ, അതുകൊണ്ട് ആൻസർ ബി ആണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് ഒരു മോഡേൺ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. റാബിത്തത്തുൽ ഖലമിയ്യ എന്ന സംഘടനയുമായിട്ട് ബന്ധമില്ലാത്ത ആളാരാണെന്ന്. റാബിത്തുൽ ഖലമിയ അറിയാം, ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ 1920 തുടങ്ങി. 1920 മുതൽ 1931 വരെ ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ട് ഉള്ളൊരു സംഘടനയാണ് റാബിത്തത്തുൽ ഖലമിയ്യ. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടറാണ് ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ. ഇതിൻ്റെ ആദ്യ കൗൺസിലറാണ് മിഖായിൽ നുഐമ. പിന്നെ ഇതിൽ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത വ്യക്തിയാണ് അബ്ദുൽ മസീഹ് ഹദ്ദാദും. ഇതിൽ പെടാത്തത് മീഷൈൽ മഖ്ലൂഫാണ്. മീഷൈൽ മഖ്ലൂഫ് അൽ അസബത്തുൽ ഉന്ദുലുസിയ എന്ന് പറയുന്നത്, അസബത്തുൽ ഉന്ദുലുസിയ, മജല്ലത്തുൽ അസബ ഒക്കെ ഉണ്ടാക്കിയ സൗത്ത് അമേരിക്ക, ബ്രസീലുമായി ഓറിയൻറ്റഡ് ആയ വർക്കാണ്. ഇത് നോർത്ത് അമേരിക്കയിൽ ന്യൂയോർക്കിൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ് റാബിത്തുൽ ഖലമി. അപ്പോൾ ഇതിൻ്റെ ആൻസർ മീഷൈൽ മഖ്ലൂഫാണ്. പിന്നെ അടുത്തത് ഇഖ്തർ അത്തുഖ്മ സ്വഹീഹ മിലാത്ത്, താഴെ പറയുന്നതിൽ ശരിയായ സെൻറ്റൻസ് കണ്ടെത്താനാണ്. സെൻറ്റൻസ് മീൻസ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്, വർക്കുകളാവാം, ലഖബ് പേരുകളാവാം. ഇതിൽ യോജിക്കാത്തത് ശരിയായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അഹമ്മദ് ബഹജത്ത് മിൻ ഫോക്കെ സബ് സമാവ് എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയാൾ അഹമ്മദ് ബഹജത്ത് ആണോ? അഹമ്മദ് ബഹജത്ത് അല്ല, ഇത് അലി അഹമ്മദ് ബാക്കസീറിൻ്റെ ഗ്രന്ഥമാണ്. അത് തെറ്റാണ്. പിന്നെ സൂറ മിൻ ഹദീസ് സഹാബ് അബ്ദുറഹ്മാൻ റഫത്ത് ബാഷയുടേതാണ്. പിന്നെ ഷായർ ഖുവ എന്ന് പറഞ്ഞ ബുക്കോ അല്ലെങ്കിൽ ലഖബോ ഇദ്ദേഹത്തിനുള്ളതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ അൽ ഖസീദത്തുൽ മുഹമ്മസ കമലാസുറയുടേതല്ല, അൽ ഖസീദത്തുൽ മുഹമ്മസ ബഹ്ലവിയുടേതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആൻസർ ബി ആണ് ശരിയായ ആൻസർ. ഇനി അബഖരിയത്ത് ഉമർ ആരുടെ ഗ്രന്ഥമാണ്? അബഖരിയത്ത് ഉമർ അബ്ബാസ് മഹ്മൂദ് അൽ അഖാദിൻ്റെ ഒരു ഗ്രന്ഥമാണ്. ജമിയത്ത് അബോളോ എന്ന് പറഞ്ഞാൽ ആധുനിക അറബി ഭാഷയുടെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരുപാട് സംഘടനകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഘടനയാണ് അബോളോ സംഘടന. ഈ ജമിയത്ത് അബോളയുടെ ഓർഗനൈസേഷൻ എവിടെയാണ് സ്ഥാപിതമായത്? അർജന്റീന, ബ്രസീൽ, മിസർ, ന്യൂയോർക്ക്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 4 സ്ഥലത്തും ഇതിൽ പ്രധാനപ്പെട്ടാണ്. നേരത്തെ പറഞ്ഞു റാബിത്തത്തുൽ ഖലമിയ്യ അത് ന്യൂയോർക്കിലാണ്. പിന്നെ അസബത്തുൽ ഉന്ദുലുസ് എന്ന് പറയുന്ന മീഷേൽ മഖ്ലൂഫ് ഒക്കെ ഉൾപ്പെടുന്ന അവർ ബ്രസീലിൽ, സൗത്ത് അമേരിക്കയിൽ ആണ് അവരുടെ ഓഫീസ്. പിന്നെ അർജന്റീനയിൽ റാബിത്തത്തുൽ അദബിയ്യ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. ജോർജ് സൊഹിദഹിൻ്റെ കീഴിൽ നടന്ന ഒരു പ്രസ്ഥാനമൊക്കെ ഉണ്ട്. അത് അർജന്റീനയിലാണ്, അത് സൗത്ത് അമേരിക്കയിലാണ്. ഇത് ജാമിയത്ത് അബോളോ, അത് മിസറിൽ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആധുനിക അറബി സംഘടനയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ മിസറാണ്. നഹ്വിലെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഖാലിൻ ഫി മഹ്കമത്ത് ശറയ്യ, കോടതിയിൽ എന്താണ് ഇവിടെ ഖാലി എന്നാണോ പറഞ്ഞേണ്ടത്, ഖാലി എന്നാണോ ഖാലി എന്നാണോ? അതിൻ്റെ നിയമം നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ മൻകൂസിൻ്റെ നിയമമാണ്. മൻകൂസിൻ്റെ നിയമം റഫ് ചെയ്യുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ജെറിൻ്റെ അവസരത്തിലൊക്കെ അതിൻ്റെ ഇല്ലത്തിൻ്റെ അർഫ്, ഇല്ലത്ത് അലിഫ് വാവ് യാ, ഇവിടെ യാ ആയിരിക്കും മൻകൂസ് ആയതുകൊണ്ട് ഉണ്ടാവുക. ആ യാനെ കളയണം, പറയാൻ പാടില്ല എന്നാണ് നിയമം. നസ്ബിൻ്റെ അവസരത്തിൽ മാത്രമേ യാ അവിടെ വരുള്ളൂ. എന്നുവെച്ചാൽ റഅയ്തു ഖാലിയൻ, അവിടെ ഓക്കെ. ജാ ഖാലിൻ എന്നേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഒരിക്കലും പുറത്ത് കാണാൻ പാടില്ല. അപ്പോൾ ഈ 3 സ്ഥലത്തും യാ എന്നുള്ളത് പുറത്ത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇത് 3 തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. ശരിയായ ആൻസർ ജാ ഹാദ ഖാലിൻ എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു ചോദ്യം, ലം യർസുബു തുല്ലാബ് ഫിൽ ഇഖ്തിയാരി, പരാജയപ്പെട്ടിട്ടില്ല തുല്ലാബ് വിദ്യാർത്ഥികൾ ഫിൽ ഇഖ്തിബാരി എക്സാമിനേഷനിൽ അല്ലെങ്കിൽ സെലക്ഷനിൽ ഇല്ല ഒഴികെ, ഒരു കുട്ടി ഒഴികെ മറ്റുള്ള കുട്ടികളൊന്നും പരാജയപ്പെട്ടില്ല അർത്ഥം. ഒരു കുട്ടി മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ താലിബൻ എന്നുണ്ട്, താലിബുൻ എന്നുണ്ട്, തുല്ലാബ് എന്നുണ്ട്, എ ആൻഡ് ബി.
ഇതിൽ ഇസ്തിസ്ന എന്ന് പറയുന്ന ഒരു പോർഷനാണ്. നഹ്വിലുള്ള ഇസ്തിസ്നാഹിന് 4 തരത്തിലുള്ള നിയമം വരാം. ഒന്ന്, ഇവിടെ നഫിയുടെ ഉദാഹരണമാണ് ലം എന്നാ പറഞ്ഞത്. ഇനി നഫി അല്ല എന്നുണ്ടെങ്കിൽ, നഫി അല്ല, ഇതിന് മുസ്തസ്ന മിൻഹു എന്ന് പറയാം. ഇല്ലക്ക് ശേഷം വരുന്ന ഒരു പദമുണ്ട്, അതിന് മുസ്തസ്ന ബിഹി എന്ന് പറയും. അവൻ നഫിയുമല്ല മുസ്തസ്ന മിൻഹുവിനെ പറയപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ശേഷം നസ്ബാണ് കൊടുക്കൽ. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, നഫി അല്ല മുസ്തസ്ന മിൻഹു ഇല്ല, ആ മുസ്തസ്ന മിൻഹു ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇല്ല എന്ന പദത്തെ ഇവിടുന്ന് ഒഴിവാക്കിയാൽ അവിടെ ഏതാണോ ഫിറ്റാവുക, അവിടുത്തെ ഇറാബിൽ ഏതാണോ ശരിയാവുക അതായിരിക്കും ഇറാബ്. ഓക്കെ. ഇനി നഫി ആണ് എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. മുസ്തസ്ന മിൻഹുവിനെ പറഞ്ഞിട്ടില്ലാണ്ട് നേരത്തെ പറഞ്ഞ നിയമമാണ്. അവിടെ ഈ ഇല്ല എന്ന വാക്കിനെ ഒഴിവാക്കിയാൽ അറബിയിൽ പൊതുവേ ഏതാണോ നിയമം പ്രയോഗിക്കാൽ അത് കൊടുക്കണം. ഇനി ഇല്ല മുസ്തസ്ന മിൻഹു ഇവിടെയുണ്ട്, ഇതേപോലെ നഫിയാണ് മുസ്തസ്ന മിൻഹു ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റഫ്ഉം പറ്റും നസ്ബും പറ്റും. ഇതേ പൊസിഷനിൽ നഫി അല്ല എന്നുണ്ടെങ്കിൽ നസ്ബ് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ നഫി ആയതുകൊണ്ട് നസ്ബും പറ്റും റഫ്ഉം പറ്റും. അപ്പം അതുകൊണ്ട് ഇവിടെ താലിബൻ എന്ന ആൻസറും ശരിയാണ്. അതുകൊണ്ട് എ ആൻഡ് ബി എന്ന ആൻസറാണ് ശരി. ഓക്കെ. ഇനി അടുത്തത് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട, അമവി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അൽ ഫറസ്ദഖു വൽ ജരീർ വൽ അഖ്തറു, ഈ 3 പേരും അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? ഷുഅറാഉൽ ഹിജാ, അവർ ശരിക്കും ഹിജാഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പരസ്പരം മറ്റുള്ള ആളെ കളിയാക്കിക്കൊണ്ട് കവിത എഴുതുന്നതിനാണ് ഹിജാഗ് എന്ന് പറയുന്നത്. അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 3 ആളുകൾക്കും കൂടിയിട്ട് പ്രത്യേകിച്ചൊരു പേരുണ്ട്. അത് അഷ്വറാഉൻ നഖായിൽ എന്നാണ്. അഷ്വറാഉൻ നഖായിൽ. അഷ്വറാഉൽ മുഖ്ലറമൂൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം വരുന്നതിന് മുമ്പും ഇസ്ലാമിലും കവിത എഴുതിയ ആളുകൾക്കാണ് മുഖ്ലറമൂൻ എന്ന് പറയുക. ലബീദിനെ പോലെ ഖൻസാഇനെ പോലെയുള്ള ആളുകളൊക്കെയാണ്. ഷുറാഉൽ മഹ്ജർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അറബി നാടുകളിൽ നിന്ന് അമേരിക്കയിലും ബ്രസീലിലും അങ്ങനെ പുറം നാടുകളിൽ പോയി അവിടെ സെറ്റിൽഡായി അവിടുന്ന് അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ട് അറബി പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന, നേരത്തെ പറഞ്ഞ അതുൽ റാബിത്തുൽ കലമിയ, അസബുൽ ഉന്ദുലുസിയെ പോലെയുള്ള സംഘടന, അവർക്ക് ആ കവികൾക്കാണ് ഷുറാ ഉൽ മഹ്ജർ എന്ന് പറയാം. അത് ശരിക്കും ഷുറാ ഉൽ നഖൈല എന്ന് പറഞ്ഞാൽ എതിരിടുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിരായിട്ട് കവിത പറയാം. അപ്പം അതിനാണ് ഷുറാ ഉൽ നഖൈല. ഇനി അടുത്തത് കമ്മിൽ ഹസ്ബൻ നമൂദജി, ഈ ഉദാഹരണത്തിന് സ്യൂട്ടായത് ഇതേപോലെ മറ്റത് എഴുതുക എന്നാണ്. നെഹ്റിന്ന് നുഹൈർ വന്നു, ഇതിന് തസ്ഖീർ എന്ന് പറയാം. ചെറുതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫുഐൽ എന്ന വസനൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെറുതെന്ന് പറയാം. കലമ് പേന, കുലയും ചെറിയ പേന. നെഹ്ർ നദി, നുഹൈർ ചെറിയ നദി. ഹിന്ദ് അതിന് ഹുനൈദത്ത് എന്ന് പറയാം, ഒരു ചെറിയ പേരായിരിക്കാം, ചെറിയ കുട്ടി. ജബൽ പർവ്വതം, ജുബൈൽ ചെറിയ പർവ്വതം. അപ്പം അങ്ങനെയാണ് റിജിൽ, കാലിന് എന്താണ് വരേണ്ടത് എന്നാണ്. അപ്പം ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം പൊതുവേ ഈ വസലിൽ നെഹ്ർ നുഹൈർ ഹിന്ദ് ഹുനൈദ് ജബൽ ജുബൈൽ ശരിക്ക് നമ്മൾ ആലോചിച്ചാൽ കിട്ടും. കാരണം ഇതിൽ തന്നെ ക്ലൂ ഉണ്ട്. ജബൽ ജുബൈൽ അനുസരിച്ച് നമ്മൾ റിജിൽ റുജൈൽ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം റുജൈൽ എന്നുള്ളത് റജുലുൻ പുരുഷൻ, അതിൻ്റെ തസ്ഖീറാണ് റുജൈൽ. ഇവിടെ റിജിൽ എന്നാണ് കാല്. ഈ കാല് ശരിക്കും മുഅന്നസാണ്. ഇവിടെ ഹിന്ദ് മുഅന്നസ് ആയപ്പോൾ ഹുനൈദത്ത് എന്നായില്ലേ. അപ്പം അതേപോലെ റിജിൽ മുഅന്നസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും റുജൈലത്ത് എന്നാണ് വരേണ്ടത്. റുജൈലല്ല. റുജൈൽ റജുലിൻ്റെ തസ്ഖീറാണ്. റജുലിൻ്റെ തസ്ഖീർ റുജൈലത്താണ്. ഓക്കെ, റുജൈലത്താണ് ശരി. നെക്സ്റ്റ്, ഇഖ്തർ മിനൽ ആത്തിയത്തി മാ ലൈസ മിനൽ മുഹ്സനാത്തുൽ ലഫ്ലിയ. ഇത് ബലാഗയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. മുഹ്സനാത്തുൽ ലഫ്ലിയ ബലാഗ 3 രീതിയിലാണ്. ഒന്ന് പദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിന് ഇൽമുൽ ബദീ എന്ന് പറയുന്നു. ഇതിന് ഇൽമുൽ ബദീ അല്ല, ഇൽമുൽ ബയാൻ. പിന്നെ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻറ്റൻസ്, അതിൻ്റെ സെൻറ്റൻസിൻ്റെ ഓർഡർ ഘടനയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ പാരഗ്രാഫ്, അങ്ങനെ അർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതിനാണ് ഇൽമുൽ മആനി എന്ന് പറയുക. പിന്നെ ആ വാക്കുകളുടെ ആ വാക്കിൻ്റെ രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് ഭംഗിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആ വാക്കിലുണ്ടാക്കുന്ന ഭംഗികളും ആ വാക്കും അക്ഷരമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണിക്കുന്നതൊക്കെയാണ് മുഹ്സനാത്തുൽ ലഫ്ലിയ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ചോദ്യം ഇതാണ്, മുഹ്സനാത്തുൽ ലഫ്ലിയയിൽ പെടാത്തത് ഏതാണെന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഇൽമുൽ ബദീയിൽ പെട്ട സംഗതികൾ ഏതാണെന്ന് പരിശോധിക്കണം. ഇൽമുൽ ബദീയിൽ തന്നെ പെട്ടാൽ പോലെ അതിന് മുഹ്സനാത്തുൽ ലഫ്ലിയ, ഒരു പദത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ അറബിയിലുണ്ട്. അതിൽ പെടാത്ത ഏതാണ് ചോദ്യം. ജിനാസ് എന്ന് പറഞ്ഞാൽ
വാക്കുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതേപോലത്തെ ഇപ്പോൾ തുറൻ, വഫ്രൻ, അങ്ങനെ ഓരോ അക്ഷരങ്ങളിൽ അവസാനിച്ച് പ്രസംഗത്തിലൊക്കെ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. എല്ലാം എൻഡിങ് ഒരേപോലെ എൻഡ് ചെയ്യും. അങ്ങനത്തെ രീതിയാണ് ജിനാസ്. അപ്പോൾ അത് പദങ്ങൾക്ക് ഭംഗി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ്. പിന്നെ തൗരിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞ് ഉദ്ദേശിച്ചൊന്ന്, പക്ഷേ കേൾക്കുന്ന ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആശയം മറ്റൊന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ അത് ആശയമായി ബന്ധപ്പെട്ടതാണ്. വാക്കിന് ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല. അപ്പോൾ ഇതെന്തായാലും ഈ മൊഹ്സനാത്തുൽ ബദിയയിൽ പെട്ടതല്ല. പിന്നെ അടുത്തത് അസജ് എന്നുണ്ട്. സജ് എന്ന് പറഞ്ഞാൽ ഒരേ പദം അതേപോലത്തെ പദങ്ങൾ കൊണ്ടുവരാം. ജിനാസ് എന്ന് പറയുമ്പോൾ എൻഡിങ് ആണ്. ഇപ്പോൾ വഫ്ദൻ, റഫ്ദൻ എന്നൊക്കെ പറയുന്നതാണ് ഈ ജിനാസ്. ഇത് സാഅത്ത് ഓരോടത്ത് യഹിയ എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നർത്ഥം. ഒരാൾ യഹിയ പേരിട്ടു, അല്ലെങ്കിൽ ഓരോടത്ത് സാത്ത് വാച്ചിന് ഉപയോഗിച്ചു, മറ്റോടത്ത് സാത്ത് സമയത്തിന് ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവസാന നാളിന് ഉപയോഗിച്ചു. അങ്ങനെയൊക്കെ കൊടുക്കുന്നതിനാണ് സജ് എന്ന് പറയാം. നേരെ ഓപ്പോസിറ്റ് ആട്ടോ, സോറി, ജിനാസ് ആണ് നേരത്തെ പറഞ്ഞത്, സജ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്തത് അൽ ഇഖ്തിബാസ് ഉണ്ട്. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഹദീസിലെ ഒരു വചനം കൊടുത്തിട്ട് നമ്മളെ സംസാരത്തിൽ അത് ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഖുർആനിലെ ഒരു വാക്കെടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ പറയാം. അപ്പോൾ അതും ആ വാക്കിന് ഭംഗി കൊടുക്കുന്ന സംഗതി. അപ്പോൾ ഇതിൽ ഈ ജിനാസും സജുവും ഇഖ്തിബാസും ഒക്കെ വാക്കിന് ഭംഗി കൊടുക്കുന്ന സംഗതികളാണ്. തൗരിയത്താണ് ആശയമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തൗരിയത്താണ് ഇതിൽ പെടാത്തത്. ഓക്കെ. ഇനി അടുത്ത് അഹദ മഹ്മൂദുൻ യസ്തമി ഉല നഷ്റിൽ അഖ്ബാരി. ഇതിൽ കലിമത്തുൻ തഹ്ത ഖത്തുൻ. അഹദ എന്ന വാക്ക് എന്താണെന്നാണ് ചോദ്യം. അത് ഫെയിലുൻ താമാണോ, ഫെയിലുൻ മുഖാറബയാണോ, ഫെയിലുൻ റജ ആണോ, ഫെയിലുൻ ഷുറു ആണോ? ഫെയിലുൻ താമുൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പെടാത്തതാണ്. അത് ഫെയിലുൻ മുഖാറബ പരിചയപ്പെടാം. ഫെയിലുൻ മുഖാറബ എന്ന് പറഞ്ഞാൽ അടുത്തു എന്ന അർത്ഥം, കാദ, കറുബ, ഔഷക അതുപോലെയുള്ള അടുത്തു എന്ന അർത്ഥം കിട്ടുന്ന വാക്കുകൾക്കാണ് ഫെയിൽ മുഖാറബ എന്ന് പറയാം. അപ്പോൾ ഇതല്ല, കാരണം ഇതിലെ അർത്ഥം എന്താണ്? മുഹമ്മദ് തുടങ്ങി, കേൾക്കാൻ തുടങ്ങി എന്നാണ്. അപ്പോൾ തുടങ്ങി എന്നാണ്. അപ്പോൾ തുടങ്ങുക എന്നുള്ളതിന് ഷറ എന്ന് ഉണ്ട്. ഷുറു, അഹദ, തൊഫിക്ക അങ്ങനത്തെ പദങ്ങൾ തുടങ്ങുക എന്ന അർത്ഥം കിട്ടുന്ന പദങ്ങൾക്കാണ് അഫ്ആലു ഷുറു എന്ന് പറയാം. പിന്നെ ഫെയിലു റജ ഉണ്ട്, അത് പ്രതീക്ഷ നൽകുന്ന, ലൈത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഫെയിലു താം എന്ന് പറഞ്ഞാൽ സാദ, നസുറ അങ്ങനത്തെ പദങ്ങളാണ് ഫെയിലു താം. അപ്പോൾ ഇതിൽ അഹദ തുടങ്ങുക എന്ന അർത്ഥം ആയതുകൊണ്ട് തന്നെ ഫെയിലു ഷുറുയിലാണ് പെടുക. നെക്സ്റ്റ് ചോദ്യം, ഇഖ്തർ മിന ഷുഅറാഇ മൻ യൻതമി ഇലൽ മദ്ഹബിൽ ക്ലാസിക്കി. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ പുരാതനമായ അറബി രീതിയിൽ തന്നെ കവിത എഴുതണം എന്നൊക്കെ പറയുന്ന ആളുകളുടെ വിഭാഗമാണ് ക്ലാസിക്കൽ മെത്തഡോളജി. അപ്പോൾ അതിൽ പെടുന്ന ആളാരാണെന്ന് നോക്കുക. ഇല്യ അബുമാലി, മാറൂഫ് അർ റസാഫി, മഹ്മൂദ് ദർവേഷ്, മീഖായിൽ നുഐമ. ഇതിൽ ഈ ഇല്യ അബുമാലി കവിതയുടെ ആളാണ്. അദ്ദേഹം പുതിയ ഷെയറുൽ ഹുറൊക്കെ തുടങ്ങി. മഹ്മൂദ് ദർവേഷും ഷെയറുൽ ഹുറിൻ്റെ ആളാണ്. മീഖായിൽ നുഐമയും കുറച്ച് ഈ റൊമാൻറ്റിക്കായ മെത്തഡോളജി ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയുള്ള ആൻസർ മാറൂഫ് അർ റസാഫിയാണ്. ഇനി അടുത്ത ചോദ്യം, അവ്വലു മൻ വളഅ ഖവായിദ നഹ്വി നിയമങ്ങൾ കൃത്യമായി ഉണ്ടാക്കിയ ആദ്യ വ്യക്തി ആരാണ്? ഒരു സിമ്പിൾ GK ക്വസ്റ്റ്യൻ ആണ്. അബുൽ അസ്വദ് ദുഅലി, അബുൽ ഫർജുൽ അസ്ഫഹാനി എന്നാണ്. പിന്നെ ഖലീൽ ബിൻ അഹമ്മദ് അൽ ഫറാഹിദി, അംർ ബിൻ ഉസ്മാൻ സിബവൈഹി. ഇതിൽ സിബവൈഹി നഹ്വിൽ പ്രധാനപ്പെട്ട ആളാണ്. അബുൽ ഫർജുൽ അസ്ഫഹാനിയും, പക്ഷെ ഇതൊക്കെ കുറേ കഴിഞ്ഞിട്ട് വന്നതാണ്. അബുൽ അസ്വദ് ദുഅലി അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് അലി റളിയല്ലാഹുവിൻ്റെ നിയമപ്രകാരം അല്ലെങ്കിൽ കൽപ്പന പ്രകാരം ഉണ്ടാക്കിയതാണ് ഈ നഹ്വിൻ്റെ നിയമങ്ങൾ. ഖലീൽ ബിൻ അഹമ്മദ് അൽ ഫറാഹിദി ഇൽമുൽ അറൂദിൻ്റെ ഫൗണ്ടറാണ്. ഇൽമുൽ അറൂദിൻ്റെ മുഅസ്സിസ് ആണ് ഖലീൽ ബിൻ അഹമ്മദ് അൽ ഫറാഹിദി. ഇൽമുൽ നഹ്വിൻ്റെ ഫൗണ്ടർ അബുൽ അസ്വദ് ദുഅലിയാണ്. ഇനി അടുത്ത ഇതിൽ നിന്ന് തെറ്റായത് കണ്ടെത്തുക. സിയാദ് ബിൻ അബിഹി അൽ ഖുത്ബത്തുൽ ബത്ര എന്ന് പറഞ്ഞാൽ ഹംദും സലാത്തൊന്നും ഇല്ലാത്ത പ്രസംഗത്തിനാണ് ഖുത്ബത്തുൽ ബത്ര എന്ന് പറയുക. സിയാദ് ബിൻ അബിഹിയുടെ പ്രശസ്തമായ ഒരു പ്രസംഗമുണ്ട്, ഫൈനൽ ജഹാലത്തുൽ ജഹ്ല വല്ലലാലത്തുൽ അംയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അത് ഖുത്ബത്തുൽ ബത്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ശരിയായ സെൻറ്റൻസ് ആണ്. പിന്നെ അടുത്ത് സുഹൈർ ബിൻ അബി സലമ ബാനസ്വാദ് സുഹൈർ കാബ് ബിൻ സുഹൈറിൻ്റെ മകൻ കാബ് ബിൻ സുഹൈറിൻ്റെതാണ്. അപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ വാസിൽ ബിൻ അത്താ മുഅ്തസിലിയ എന്ന് പറയുന്ന ഒരു വിശ്വാസപരമായ ശാഖയുണ്ട്. ആ ശാഖയുടെ ഫൗണ്ടറായ വാസിൽ ബിൻ അത്താവിൻ്റെ ഒരു പ്രസംഗമുണ്ട്, അതിലൊരു റാ പോലും ഉപയോഗിക്കാത്ത. അതും ശരിയാണ്, കാരണം റാ ഇല്ലാത്ത പ്രസംഗം അദ്ദേഹത്തിൻ്റെത് പറഞ്ഞ പ്രശസ്തമായ ഒരു പ്രസംഗമുണ്ട്. പിന്നെ അടുത്തത് അൽ ഇഖ്ദുൽ ഫരീദ് എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. അത് അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബിൻ്റെതല്ല, അത് ഇബ്നു അബ്ദുർ റബ്ബ, ഇബ്നു ഖൽദൂനും ഇബ്നു ഖല്ലിഖാനൊക്കെ ഉമ്മഹാത്തുൽ കുത്തുബിലൊക്കെ മസാദിറിലൊക്കെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ മസാദിറാണെന്ന് പറഞ്ഞ പ്രശസ്തമായ ഇബ്നു അബ്ദുർ റബ്ബയുടെ വർക്കാണ്
അൽ ഇഖ്ദുൽ ഫരീദ്. അപ്പോൾ ഇതിന് ശരിക്ക് രണ്ട് ഉത്തരം തെറ്റാണ്. രണ്ട് ഓപ്ഷൻ എഴുതിയാലും ശരിയാവും. അടുത്ത ചോദ്യം, കിതാബ് അൽ ഫിഖ്ഹുൽ ഇസ്ലാമി എന്ന ഒരു ഗ്രന്ഥം കിതാബുൻ മുആസിറുൻ മഷ്ഹൂറുൻ ഫിഖ്ഹിൽ ആലമി, ലോകത്ത് ഇസ്ലാമിക വിശ്വാസ നിയമപ്രകാരമുള്ള അല്ലെങ്കിൽ ഫിഖ്ഹിലുള്ള ആധുനിക പണ്ഡിതൻ്റെ ഒരു ഗ്രന്ഥമാണ് അൽ ഫിഖ്ഹുൽ ഇസ്ലാമി. ആരുടേതാണെന്നാണ് ചോദ്യം. ഇത് കുറച്ചു മുമ്പ് മരണപ്പെട്ട ദുക്തൂർ വഹബ സുഹൈലിയുടെ ഗ്രന്ഥമാണ്. ഇനി അടുത്തൊരു ചോദ്യം, തസിഉ അന്നൽ അലമ വൽ അതമത വൽ ളുൽമു അൽ അലമു വൽ അതമത്ത് വൽ ളുൽമു എന്നാണ്. ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുന്നു ദുഃഖവും അന്ധകാരവും അതുപോലെ വിഷമങ്ങളും വേദനകളും എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൽ അതമത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദ്യം. അഫ്രാഹല്ല, അദാബു അല്ല, മറലു അല്ല, അഹ്സാൻ, ദുഃഖമാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ ഒരു സിമ്പിളായ ചോദ്യങ്ങളാണ്. ഷായിറുൻ മഷ്ഹൂറുൻ ഫി അദബിൽ അത്ഫാലി, ഈ അസല അല ജായിദുൽ മലിക് ഫൈസൽ, കിങ് മലിക് ഫൈസൽ അവാർഡ് നേടിയ ഒരു അറബി സാഹിത്യകാരൻ. അദ്ദേഹത്തിന് ചൈൽഡ് സ്റ്റോറികളിലാണ് അദ്ദേഹത്തിൻ്റെ വർക്കുള്ളത്. അപ്പോൾ ഈ കുട്ടികളുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ കിങ് മലിക് ഫൈസൽ അവാർഡ് കിട്ടിയ ആളാരാണെന്നാണ് ചോദ്യം. ഇതിൽ എല്ലാവരും പ്രശസ്തരായ എഴുത്തുകാരാണ്. ഈ അവാർഡ് കിട്ടിയത് അഹമ്മദ് മഹ്മൂദ് നജീബ് ഹസനാണ് ഈ കിങ് ഫൈസൽ അവാർഡ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ കാറ്റഗറി 3 2023 മാർച്ചിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തത്. ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ശുക്രൻ ജസാക്കുമുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.